അങ്ങ് പ്രാർത്ഥിച്ച പോൽ പ്രാർത്ഥിക്കുവാൻ, അങ്ങ് നടന്നതുപോൽ നടന്നിടുവാൻ, അങ്ങ് സ്നേഹിച്ച പോൽ സ്നേഹിച്ചിടാൻ, അങ്ങ് ക്ഷമിച്ചതുപോൽ ക്ഷമിച്ചിടുവാൻ, അങ്ങ് പ്രാർത്ഥിച്ച പോൽ പ്രാർത്ഥിക്കുവാൻ, അങ്ങ് നടന്നതുപോൽ നടന്നിടുവാൻ, അങ്ങ് സ്നേഹിച്ച പോൽ സ്നേഹിച്ചിടാൻ, അങ്ങ് ക്ഷമിച്ചതുപോൽ ക്ഷമിച്ചിടുവാൻ. ദൈവത്തിന് സ്തോത്രം. നാം അധിവസിക്കുന്ന ദേശത്തിനു വേണ്ടി ആത്മഭാരത്തോടെ ദേശത്തിലുള്ള ദൈവദാസന്മാർ, ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ക്രമീകരിക്കപ്പെട്ട മീറ്റിംഗാണ് നാഷണൽ പ്രയർ കോൺഫറൻസ്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം ഇങ്ങനെ പറയുക: നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി മാറേണ്ടതിന് നിങ്ങളുടെ ഇടയിൽ എപ്പഫ്രാസ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുന്നു. ഈ കാലഘട്ടത്തിൽ ആത്മഭാരത്തോടെ ഇടിവ് നിന്ന് പ്രാർത്ഥിക്കുവാൻ ഒരു കൂട്ടം ജനത്തെ ഒരുക്കിയെടുക്കുക എന്നതാണ് ഈ കോൺഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന പ്രാർത്ഥനാ മനുഷ്യനായ കർത്താവിന്റെ ദാസൻ ബാബു ചെറിയാൻ പാസ്റ്ററും ഈ ദിവസങ്ങളിൽ അനേക പ്രാർത്ഥനാ സമ്മേളനങ്ങൾ ക്രമീകരിക്കപ്പെടുകയും ശക്തമായി ദൈവത്തിന്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്ന പാസ്റ്റർ ബിജി അഞ്ചലും, ക്യാൻസർ രോഗം വന്ന് ഡോക്ടർമാർ മരിച്ചു എന്ന് വിധി എഴുതിയ കർത്താവിന്റെ ദാസൻ ചിക്കു കുര്യാക്കോസ് വർഷിപ്പിന് നേതൃത്വം കൊടുക്കുകയും ഔദ്യോഗിക ജീവിതത്തോടൊപ്പം തന്നെ ഡോക്ടർ ബ്ലസ്സൻ മേമന അനേക അനുഭവത്തിന്റെ ഗാനങ്ങൾ രചിക്കുകയും പാടുകയും ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ കരങ്ങളിൽ ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്രിയ ബ്ലസ്സൻ മേമന വർഷിപ്പ് ലീഡ് ചെയ്യുകയും ഈ UAE-യിൽ കർത്താവിന്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജയലാൽ ലോറൻസും വർഷിപ്പിന് നേതൃത്വം കൊടുക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരുടെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ദൈവിക സന്ദേശങ്ങൾ ഈ മീറ്റിംഗിൽ കടന്നു വന്ന ഓരോരുത്തർക്കും ഒരു അനുഗ്രഹമായി മാറി. അനേക രോഗികൾ സൗഖ്യമാകുന്നതും അനേകർ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നതും അനേകർ സുവിശേഷ വേലയ്ക്കായി സമർപ്പിക്കപ്പെടുന്നതും കഴിഞ്ഞ എല്ലാ മാസങ്ങളിലും നടക്കുന്ന സെക്കൻഡ് സാറ്റർഡേ 12 മണിക്കൂർ ഉപവാസ പ്രാർത്ഥനയിൽ അനുഭവിക്കുവാൻ കഴിഞ്ഞു. എല്ലാ മാസവും സെക്കൻഡ് സാറ്റർഡേ 12 മണിക്കൂർ ഉപവാസ പ്രാർത്ഥനയിലാണ് ദൈവം ഇങ്ങനെ ഒരു ആലോചന തന്നത്. പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ഓരോരുത്തരും പ്രാർത്ഥനയുടെ ഒരു പുതിയ അനുഭവത്തിലേക്ക് മാറുക തന്നെ ചെയ്യും. മാത്രമല്ല ഈ മീറ്റിംഗിന്റെ CD DVD കാണുന്ന ഓരോരുത്തരും യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ അനുഭവിപ്പാനിടയാകും. ഈ DVD കാണുന്ന നിങ്ങളിൽ ഒരു പ്രാർത്ഥനാ മനുഷ്യൻ തന്നെ ഉടലെടുക്കും. ഒരു പ്രാർത്ഥനയുടെ ആത്മാവ് നിങ്ങളിലേക്ക് പകരപ്പെടുവാനിടയാകും. ഈ DVD കാണുമ്പോൾ തന്നെ അനേക രോഗികൾ സൗഖ്യമാകും, അനേകർ യേശുവിനെ അറിയുവാനിടയാകും, അനേകർ പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിക്കുക തന്നെ ചെയ്യും. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല എല്ലാ സെക്കൻഡ് സാറ്റർഡേയിലും യൂണിയൻ ചർച്ച് ഹാൾ നമ്പർ 9-ൽ വെച്ച് ഈ ദേശത്തിലെ ദൈവദാസന്മാർ, ദൈവമക്കൾ ഒരുമിച്ചുള്ള ഒരു ഉപവാസ പ്രാർത്ഥനയുണ്ട്. അതിലും തുടർന്ന് നിങ്ങൾ കടന്നു വരിക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. Hallelujah, 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 oh hallelujah,
ശബ്ദമുയർത്തി ഹല്ലേലൂയ 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 വാകളെ തുറന്ന് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്നോട് ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. വാകളെ തുറന്ന് ഹല്ലേലൂയ. സ്വർഗം തുറക്കട്ടെ. ഹല്ലേലൂയ 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 എല്ലാ ശ്രദ്ധയും തമ്പുരാനിലായിരിക്കട്ടെ. ഹല്ലേലൂയ. Hallelujah. Jesus. Hallelujah. Hallelujah. അധരത്തിൽ നിന്നല്ല, ഹൃദയത്തിൽ നിന്ന് വരട്ടെ. Hallelujah. തമ്പുരാൻ എങ്ങനെ മഹത്വം കൊടുക്കാമോ ആ രീതിയിൽ മഹത്വം കൊടുത്തോളൂ. ഇവിടെ ഒരു ഫോർമാലിറ്റി ഇല്ല. മുട്ടുകുത്തണേ മുട്ടുകുത്തിക്കോ.
ഹൃദയത്തിൽ നിന്ന് ഹാലേലിയ കോറസ് വരട്ടെ. ഹൃദയത്തിൽ നിന്ന് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തമ്പുരാനോടുള്ള ഇൻറ്റിമസിയിൽ നിന്ന് ഹല്ലേലൂയ വരട്ടെ. Hallelujah, 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 hallelujah. ദൂതന്മാർ നമ്മോട് ചേർന്ന് പാടട്ടെ. ചേർന്ന് ശബ്ദമുയർത്തി ഹല്ലേലൂയ 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 കരങ്ങളെ തട്ടി ദൈവത്തിന് അല്പസമയം മഹത്വം കൊടുത്താട്ടെ. ഓ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന്. എല്ലാ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന്. ഓ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന്. ഓ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന്. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ, അവനെങ്കലേക്ക് ചാഞ്ഞു വന്നല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ, അവനെങ്കലേക്ക് ചാഞ്ഞു വന്നല്ലോ. നാശകരമായ കുഴിയിൽ നിന്നോ കുഴഞ്ഞ ചെടി നിന്നും കയറ്റി. നാശകരമായ കുഴിയിൽ നിന്നോ കുഴഞ്ഞ ചെടി നിന്നും കയറ്റി. ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന്.
മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന്. എൻ്റെ കാലുകളെ പാറമേൽ നിർത്തി എൻ്റെ ഗമനം സുസ്ഥിരമാക്കി. എൻ്റെ കാലുകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. പുതിയൊരു പാട്ട് എനിക്കു തന്നു എൻ ദൈവത്തിനു സ്തുതി തന്നെ. പുതിയൊരു പാട്ട് എനിക്കു തന്നു എൻ ദൈവത്തിന് സ്തുതി തന്നെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന്. എല്ലാം മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന്. എൻ്റെ കർത്താവേ എൻ്റെ യഹോവേ നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എൻ്റെ കർത്താവേ എൻ്റെ യഹോവേ നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്കു ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന്. ഓ ഹല്ലേലൂയ 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 ഓ ഹല്ലേലൂയ 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 ഓ 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 ഹല്ലേലൂയ 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 Hallelujah, 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 hallelujah. ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. യേശുവിന്റെ നാമം, യേശു
യേശുവിൻ നാമം വിടുതല, യേശുവിൻ നാമം ശക്തിയാ, യേശുവിൻ നാമം രക്ഷയായി, യേശുവിൻ നിന്നെടുത്തു. ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. റിബാബല ഭക്ഷകരാജക രക്ഷകരേ ദിനരക്ഷകനാദുകരും ദിനരാജക രക്ഷകരേ ദിനരർത്ഥക രാജക രക്ഷക ദിനരാജക രക്ഷകരേ ദിനരർത്ഥക രാജക രക്ഷക ദിനരാജക രക്ഷകരേ ദിനരർത്ഥക രാജക രക്ഷകന ദിനരക ദിനരക്ഷാരക ദിനരർത്ഥാരക ദിനരക്ഷകനെ ധീരാജക രക്ഷകരക ദിനരർത്ഥാരക ദിനരക്ഷകന ദിനരക ദിനരക്ഷകരേ ദിനരർത്ഥക രാജക രക്ഷകന ദിനരാജക രക്ഷകരേ ദിനരർത്ഥക രാജക രക്ഷകന. Hallelujah, 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 hallelujah. പ്രിയമുള്ളവരെ, നമ്മൾ സ്തുതിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന ദൈവം, അവന് സ്തുതികൾക്ക് എത്രമാത്രം യോഗ്യനെന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കൂടെ തിരിച്ചറിയണം. അനുഭവങ്ങൾ നമ്മളെ ആരാധനയിൽ സഹായിക്കണം. പിന്നിട്ട വഴികളെ ഓർക്കുമ്പോൾ അത് നമ്മുടെ ആരാധനയ്ക്ക് ബലമേകണം. തമ്പുരാനോട് കൂടുതൽ അടുത്ത് ചെല്ലാൻ അതൊരു കാരണമാവണം. എന്നോട് ചേർന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും, അവൻ എന്നെ നന്നായി അറിയുന്ന ദൈവമാണ്. ഞാൻ എൻ്റെ അപ്പനെ സ്നേഹിക്കുന്നത് അവൻ എന്നെ നന്നായി അറിയുന്നവനായതുകൊണ്ടാണ്. ഈ പ്രെയർ മീറ്റിങ്ങിൽ നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തിക്ക് ഒരുപക്ഷെ നിങ്ങളെ അറിയാമായിരിക്കും, പക്ഷേ നിങ്ങളെ നന്നായി അറിയാൻ അവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. വചനം ഇങ്ങനെ പറയുന്നേ, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഈ ലോകത്തില് നിങ്ങളുടെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ ഇത്രയും മനോഹരമായ ഒരു സ്ഥലം നിങ്ങൾക്ക് കിട്ടത്തില്ല. തമ്പുരാന്റെ സന്നിധിയിൽ ഇന്ന് പകൽക്കാലം ചുമടൊഴിഞ്ഞവരായിട്ട് എന്നോട് ചേർന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും, സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. എൻ്റെ ഭാരം ചുമക്കുന്നവൻ, അവന് നല്ലൊരു പേരുണ്ട്, യേശു. അവൻ എന്നെ നന്നായി അറിയുന്നവന്.
എന്നെ നന്നായി അറിയുന്നവൻ. അവന്റെ പേര് യേശു. അതുകൊണ്ട് സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും. ഈ ഹോളിൽ നമ്മൾ ഒരുമിച്ച് അവന്റെ പേര് ഉറക്കെ വിളിക്കാൻ പോവുക. എന്നോട് ചേർന്ന് എത്ര പേർ പറയും? യേശു. അവൻ എന്റെ സ്നേഹിതൻ, എന്റെ സ്നേഹിതൻ. ഒരു പ്രാവശ്യം കൂടെ ഉറക്കെ. യേശു. അവൻ എന്റെ പ്രാണപ്രിയൻ, എന്റെ സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. എന്റെ ദേഹം ക്ഷയിച്ചിടട്ടെ, യേശു കൈവിടില്ല. ഞാനേകനായി തീർന്നിടട്ടെ, യേശു മാറുകില്ല. എന്റെ ദേഹം ക്ഷയിച്ചിടട്ടെ, യേശു കൈവിടില്ല. ഞാനേകനായി തീർന്നിടട്ടെ, യേശു മാറുകില്ല. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. പ്രിയമുള്ളവരെ, തമ്പുരാനെ സംബന്ധിച്ചിടത്തോളം പാട്ടെന്ന് പറയുന്നത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമ്മളത് പറയുന്നതാണ്. നമ്മുടെ മധ്യത്തിൽ എന്നോട് ചേർന്ന് ഈ വരികൾ പാടാനായിട്ട് എൻ്റെ ക്രിസ്തുവിൽ എൻ്റെ സഹശുശ്രൂഷകനുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഇത് പാടുമ്പോൾ നമ്മൾ ഒരുമിച്ച് തമ്പുരാൻ്റെ അടുത്ത് പറയാൻ പോവുക. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും എൻ്റെ അപ്പാ നീ മതി. ഒരു പ്രാവശ്യം കൂടെ പാടാമോ? സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. യേശു എന്റെ സ്നേഹിതൻ, യേശു എന്റെ പ്രാണപ്രിയൻ. യേശു യേശു എന്റെ സ്നേഹിതൻ, എന്റെ സ്നേഹിതൻ. യേശു എന്റെ പ്രാണപ്രിയൻ. സുഖമുള്ള കാലത്തും കണ്ണുനീർ യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ യേശു മാത്രം മതി.
സുഖമുള്ള കാലത്തും ജനം പാടിക്കേ യേശു മാത്രം. സുഖമുള്ള കാലത്തും സുഖമുള്ള കാലത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. കർത്താവേ, ഞങ്ങളുടെ സാഹചര്യങ്ങൾ മാറി മറിയുമ്പോഴും ഞങ്ങൾ നന്മ അനുഭവിക്കുമ്പോഴും ഞങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തോരാതെ വേദനയുടെ സാഹചര്യത്തിൽ ഞങ്ങൾ കടന്നു പോകുമ്പോഴും ഞങ്ങളുടെ വിലാപത്തെ നൃത്തമാക്കി തീർത്ത് സന്തോഷത്തിന്റെ വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുമ്പോഴും ഏത് സാഹചര്യത്തിലും ഞങ്ങൾക്ക് നീ മതി. എല്ലാ കരങ്ങളും ഉയർത്തി പറഞ്ഞ് നീ മതി കർത്താവേ, 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 യേശുവേ നീ മതി. കൊതിയേറുന്നേ അരികിൽ വരാ തിരുപാദത്തിൽ കിടന്നിടുവാ. കൊതിയേറുന്നേ അരികിൽ വരാ തിരുപാദത്തിൽ കിടന്നിടുവാ. താതന്റെ മാർവല്ലേ ചൂടനിക്ക്, താതന്റെ കൈയല്ലേ തടലെനിക്ക്. താതന്റെ മാർവല്ലേ ചൂടനിക്ക്, താതന്റെ കൈയല്ലേ തണലെനിക്ക്. കൊതിയേറുന്നേ അരികിൽ വരാ തിരുപാദത്തിൽ കിടന്നിടുവാ. കൊതിയേറുന്നേ അരികിൽ വരാ തിരുപാദത്തിൽ കിടന്നിടുവാ. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്നേഹമുള്ള പിതാവേ, നിന്റെ സാന്നിധ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. തുറന്ന സ്വർഗത്തിന്റെ കീഴിൽ ഞങ്ങളെ ഇരുത്തുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം തുറന്ന് ഞങ്ങളുടെ മീതെ കർത്താവ് അയക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ നടുവിൽ അങ്ങ് നടകൊള്ളുന്നതിനായി സ്തോത്രം. നിന്റെ സാന്നിധ്യത്തെ സ്പർശിക്കുവാൻ, നിന്റെ സ്പർശനം അനുഭവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ എല്ലാവർക്കും ദിവസങ്ങളിലിരിക്കാം. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ചേർന്നൊരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദം ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അല്പം കൂടെ ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. ആമേൻ.
ഇന്ന് രാത്രിയിൽ ഞാൻ എൻ്റെ സാക്ഷ്യം പങ്കുവെക്കുവാൻ കർത്താവിൻ്റെ ദാസൻ എന്നോട് ആവശ്യപ്പെട്ടു. ഞാനതിലേക്ക് കയറുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഞാനൊരു പാസ്റ്റർ മകനാണ്. കഴിഞ്ഞ 23-24 വർഷമായിട്ട് എൻ്റെ പിതാവ് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഞങ്ങളുടെ സ്ഥലം രാമങ്കിരി എന്ന് പറയുന്ന സ്ഥലമാണ്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആലപ്പുഴയ്ക്ക് പോകുന്ന വഴി സ്വന്തം സ്ഥലം. ഇപ്പം ഞങ്ങൾ എറണാകുളത്ത് താമസിക്കുന്നു. എൻ്റെ ബാല്യപ്രായം മുതൽ ഇവിടെ ബേസിക് ഗിറ്റാർ വായിക്കുകയും സൗണ്ട് സിസ്റ്റം ഒന്ന് ഓപ്പറേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന അജു ചാനെ എന്നെ അറിയാം, എൻ്റെ പിതാവിനെ അറിയാം. ഇന്ന് രാത്രി ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് അത്ഭുതമാണ്. യേശു എൻ്റെ ജീവിതത്തിൽ ചെയ്ത ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് നിൽക്കാൻ ദൈവം എന്നെ സഹായിച്ചു ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ കണ്ടു കഴിഞ്ഞാൽ നല്ല പ്രായം പറയും, പക്ഷേ എനിക്ക് 24 വയസ്സ് കഴിഞ്ഞ ഓഗസ്റ്റിൽ തികഞ്ഞ് ഞാൻ 25 കയറിയതേ ഉള്ളൂ. ഇവിടെ ശുശ്രൂഷിക്കുന്നവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഞാനാണ്. 2006 മാർച്ച് മാസം ഞാൻ എൻ്റെ +2 എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കഴുത്തിൻ്റെ ഇടതുഭാഗത്തൊരു മുഴ ഉണ്ടായിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഓപ്പൺ ബയോപ്സി ചെയ്യുവാൻ അവർ നിർദ്ദേശിച്ചു. അങ്ങനെ ഓപ്പൺ ബയോപ്സി ചെയ്യാൻ വേണ്ടി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എന്നെ കൊണ്ടുപോയി. അവിടെ സർജറി ചെയ്തു. കോട്ടയത്തു നിന്ന് റിസൾട്ട് വന്നു. ഹോട്ട്കിൻസ് ലിംഫോമ എന്ന് പറയുന്ന ക്യാൻസർ എൻ്റെ ശരീരത്തിലുണ്ടെന്ന്. +2 എക്സാം കഴിഞ്ഞ് ഏപ്രിൽ മാസം എന്നെ കൊണ്ട് എൻ്റെ മാതാപിതാക്കൾ ചികിത്സയ്ക്കായി ട്രിവാൻഡ്രത്ത് RCCയിൽ കൊണ്ടുപോയി. അവർ പറഞ്ഞ കണക്കനുസരിച്ച് ആദ്യം 12 കീമോതെറാപ്പി ചെയ്യാൻ ആവശ്യപ്പെട്ടു. 12 കീമോതെറാപ്പിയും ചെയ്തു. അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നു. കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. പിന്നെയും സിംറ്റംസ് കണ്ടു. അങ്ങനെ ഞാൻ വീണ്ടും RCCയിൽ കൊണ്ടുപോയി. പിന്നെയും 24 കീമോതെറാപ്പി ചെയ്തു. അങ്ങനെ ടോട്ടൽ 36 കീമോതെറാപ്പി എൻ്റെ ശരീരത്തിൽ അവർ ചെയ്യുവാനിടയായി തീർന്നു. 3ാമത്തെ കീമോതെറാപ്പി ആയപ്പോഴേക്കും എൻ്റെ മുടിയെല്ലാം പോയി. എൻ്റെ ശരീരം ചീർക്കാൻ തുടങ്ങി. എൻ്റെ ശരീരത്തിൻ്റെ കളറ് പോകാൻ തുടങ്ങി. മുഴകൾ വലുതാകാൻ തുടങ്ങി. 1 വർഷം അവരെന്നെ ചികിത്സിച്ചു. കീമോതെറാപ്പി തുടങ്ങിയ സമയം മുതൽ എൻ്റെ ശരീരത്തിൽ വല്ലാത്ത വേദന ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. 1 വർഷത്തിന് ശേഷം ഏതാണ്ട് 2007 ഏപ്രിൽ മാസം 9-ാം തീയതി എൻ്റെ 36 കീമോതെറാപ്പിയും പൂർത്തീകരിച്ചു. പക്ഷേ ഫലം കണ്ടെത്തിയില്ല. 10-ാം തീയതി രാവിലെ എൻ്റെ പിതാവിനെ വിളിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾക്ക് ചെയ്യുന്നതിൻ്റെ മാക്സിമം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു, ഇനി ചിക്കുനെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 18ാമത്തെ വയസ്സിൽ 90% ശരീരം മുഴുവൻ ക്യാൻസർ ബാധിക്കപ്പെട്ടവനായി. 40 മുഴകൾ അന്ന് എൻ്റെ ശരീരത്തിലുണ്ട്. എൻ്റെ ഭാവിയുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നം മാത്രം ബാക്കി നിൽക്കുമ്പോൾ വൈദ്യശാസ്ത്രം എന്നെ ഉപേക്ഷിച്ചു. ഞാൻ മടങ്ങി എൻ്റെ വീട്ടിൽ വന്നു. 13 ദിനരാത്രങ്ങൾ ഞാൻ മരണത്തോട് മല്ലടിച്ചു. ആ സമയത്ത് എൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥന ചെയ്യുന്ന പാസ്റ്റർമാരെല്ലാം എൻ്റെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ച ഒരു വാചകം ഇതാണ്: കർത്താവേ, നിൻ്റെ ഹിതം നിറവേറ്റണേ എന്ന് പറഞ്ഞാൽ ഒത്തിരി വേദനയൊന്നും കൊടുക്കാതെ കൊച്ചിനെ അങ്ങ് എടുത്തോണെന്ന്. അതിവേദനയുടെ രാത്രിയിൽ 2007 ഏപ്രിൽ മാസം 17-ാം തീയതി രാത്രി ഞാൻ തിരിഞ്ഞു കിടക്കാൻ നോക്കുന്നു, മറിഞ്ഞു കിടക്കാൻ നോക്കുന്നു, മലന്ന് കിടക്കാൻ നോക്കുന്നു, കമന്ന് കിടക്കാൻ നോക്കുന്നു. പക്ഷേ ശരീരത്തിൻ്റെ വേദന നിമിത്തം ഒരു പൊസിഷനിലും എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല. എനിക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള ത്രാണിയില്ല. ഞാൻ വല്ലാത്തൊരവസ്ഥയിൽ ഞാൻ അവിടെ കിടക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്ത ബെഡിൽ എൻ്റെ സഹോദരങ്ങൾ കിടപ്പുണ്ട്. എൻ്റെ തൊട്ടടുത്ത റൂമിൽ എൻ്റെ അപ്പനും അമ്മയും കിടപ്പുണ്ട്. ഒരു പ്രാവശ്യം അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും എഴുന്നേക്കും. ഒരു പ്രാവശ്യം പപ്പാന്ന് വിളിച്ചാൽ, മമ്മിയെന്ന് വിളിച്ചാൽ അവരെല്ലാവരും ചാടി എഴുന്നേക്കും. പക്ഷേ
എനിക്ക് അവരെ വിളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ, വല്ലാത്ത വേദനയിൽ, ഒന്ന് കരയാൻ പോലും സാധിക്കാതെ ഞാൻ ആ ബെഡിൽ കിടക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ നെടുവീർപ്പിനെ തിരിച്ചറിഞ്ഞൊരു കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് വിളിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും വിളിക്കാൻ പറ്റുന്നില്ല. കാര്യം എൻ്റെ തൊണ്ടയിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. ഞാൻ കരയണമെന്ന് ആഗ്രഹമുണ്ട്, ഒന്ന് ഉറക്കെ ഒന്ന് പൊട്ടി കരയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് പൊട്ടി കരയാൻ പറ്റുന്നില്ല. എൻ്റെ ഹൃദയത്തിനകത്ത് ഇതിങ്ങനെ വിങ്ങി നിൽക്കുക. താങ്ങാനാവാത്ത വേദന ഞാൻ അനുഭവിക്കുമ്പോൾ ഈ ലോകത്തിലെ ആരും എൻ്റെ ഹൃദയത്തിൻ്റെ ശബ്ദത്തെ, എൻ്റെ ഹൃദയത്തിൻ്റെ നിലവിളിയെ അർദ്ധരാത്രിയിൽ കേൾക്കാനില്ലാതിരിക്കുമ്പോൾ എൻ്റെ ബെഡിൽ ഞാൻ ഒരുവനെ തിരിച്ചറിഞ്ഞു. എൻ്റെ ബെഡിൽ ഞാൻ ഒരുവൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞു. ആ സാന്നിധ്യം എന്നെ തലോടുന്നത് എനിക്ക് മനസ്സിലായി. ആമേൻ. ഞാൻ തട്ടുന്ന യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ന്യായം വിധിക്കുന്ന യേശുവിനെ പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷേ അന്ന് രാത്രി എൻ്റെ റൂമിൽ ഇറങ്ങി വന്ന യേശു എന്നെ തലോടാൻ വേണ്ടി ഇറങ്ങി വന്ന്. ഇന്ന് രാത്രി ആരെയൊക്കെയോ തലോടാൻ യേശു ഇറങ്ങി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്ര പേർക്ക് ആ സ്പർശനം ഇന്ന് രാത്രിയിൽ ആവശ്യമുണ്ട്? ഹല്ലേലൂയ. എൻ്റെ കൂടെ അന്ന് ചികിത്സിച്ച ഞങ്ങൾ 30 പേരിൽ 28 പേരും 27 പേരും ആ സമയത്ത് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. 28ാമത് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളെല്ലാം സൗഖ്യമായെന്ന് പറഞ്ഞ് വീട്ടിൽ പോയി. പക്ഷേ പിറ്റേ ദിവസം രാവിലെ അവളും ലോകത്തോട് യാത്ര പറഞ്ഞു. എൻ്റെ കൂടെ ചികിത്സിച്ച ഏറ്റവും ഒടുവിൽ 14 വയസ്സുകാരനൊരു പയ്യൻ, അവൻ്റെ 2 കൈകൾ ഷോളിൽ നിന്ന് മുറിച്ചു മാറ്റി, 2 കാലുകൾ അരയുടെ താഴെ നിന്ന് മുറിച്ചു മാറ്റി, വയറും നെഞ്ചും തലയും മാത്രമുള്ളൊരു മാംസത്തുണ്ടമായി ചില വർഷങ്ങൾ മരണത്തോട് മല്ലടിച്ചു. അവനും ചില മാസങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. എൻ്റെ കൂടെ ചികിത്സിച്ച ഞങ്ങൾ 29 പേരിൽ 30 പേരും മരിച്ചു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 പേരിൽ 29 പേരും മരിച്ചു പോയെന്ന് പറഞ്ഞാൽ 30 പേരും മരിച്ചെന്ന അർത്ഥം. ഹലോ, 30 പേരിൽ 29 പേരും മരിച്ചു പോയെന്ന് പറഞ്ഞാൽ 30 പേരും മരിച്ചെന്ന അർത്ഥം. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ഏറ്റവും ഹോപ്പ്ലെസ്സായി എൻ്റെ വീട്ടിൽ 13 ദിവസം ഞാൻ മരണത്തോട് മല്ലടിച്ചു. നിങ്ങളോട് എനിക്ക് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റാത്ത വേദന എൻ്റെ ശരീരത്തിൽ ഞാൻ അനുഭവിച്ചു. പക്ഷേ അപ്പോൾ ഞാൻ കേട്ട ഒരു ദൈവശബ്ദം ഉണ്ടായിരുന്നു, നീ മരിക്കത്തില്ല, നീ ജീവനോടെ നിൻ്റെ അത്ഭുത പ്രവൃത്തികളെ വർണ്ണിക്കും. ഞാൻ ആ സമയത്ത് ജീവൻ ആഗ്രഹിച്ചില്ല. ഞാൻ ആ സമയത്ത് ഒരു ജീവിതം കൊതിച്ചില്ല. ഞാൻ ആ സമയത്ത് ശുശ്രൂഷ സ്വപ്നം കണ്ടില്ല. ഞാൻ ആ സമയത്ത് ഒന്നും പ്രതീക്ഷിച്ചില്ല. കാര്യം എന്തെങ്കിലും പ്രതീക്ഷിച്ചാൽ അതെൻ്റെ അഹങ്കാരമാണെന്ന് തോന്നിപ്പോകുന്ന വിധത്തിൽ എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ ഓൾറെഡി മാറിക്കഴിഞ്ഞു. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ 2007 ഏപ്രിൽ മാസം 22, 23, 24 തീയതികളിൽ ചരൽക്കുന്നിലൊരു ക്യാമ്പ് നടക്കുന്നു. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ. വളരെ ചെറിയ പ്രായം മുതൽ ഞാൻ ക്യാമ്പിന് പോകാൻ തുടങ്ങി. ആമേൻ. ഒരു 15 വയസ്സ് മുതൽ അവിടെ വർഷിപ്പ് ലീഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു ക്യാമ്പ് എനിക്ക് മിസ്സാകുക എന്ന് പറയുന്നത് ആ വർഷം എനിക്ക് പോകുന്നതിന് തുല്യം. അങ്ങനെ അവരെന്നെ വിളിച്ചു. എനിക്കും നിർബന്ധം ഉണ്ടായിരുന്നു പോകണമെന്ന്. ഞാൻ ആ ക്യാമ്പിന് വേണ്ടി പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു, ഇതെൻ്റെ അവസാനത്തെ ശുശ്രൂഷയാണ്, ഇതെൻ്റെ അവസാനത്തെ പാട്ടാണ്, ഇനി ഒരു പാട്ട് പാടാൻ ചിക്കു കൊണ്ടാകത്തില്ല, ഞാൻ തിരിച്ചു വരുന്നത് ആമേൻ ജീവനോടായിരിക്കത്തില്ല. അങ്ങനെ പറഞ്ഞ് ഞാൻ ചരൽക്കുന്ന് ക്യാമ്പ് സെൻറ്ററിൽ എന്നെ അവർ കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്നു. 23-ാം തീയതി രാത്രിയിൽ റൈസൻ തോമസ് എന്ന് പറയുന്ന ദൈവദാസ ശുശ്രൂഷിക്കാൻ വേണ്ടി പ്ലാറ്റ്ഫോമിൽ കയറി താൻ പ്രസംഗം ആരംഭിക്കുന്ന സമയത്ത് ശക്തമായ ആത്മപകർച്ച ഉണ്ടായി. പക്ഷേ എനിക്ക് അന്നേരം അതൊന്നും സ്വീകരിക്കാൻ പറ്റിയില്ല. പക്ഷേ എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പ്രസംഗം കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി മെസ്സോളിൽ പോയി. മെസ്സോളിൽ ഞാനും പോയി. പക്ഷേ എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല. ഞാൻ തിരികെ ഓഡിറ്റോറിയത്തിൽ വന്ന് കീബോർഡ് എടുത്ത് ഞാൻ പാടാൻ തുടങ്ങി. എൻ്റെ പാട്ട് കേട്ടുകൊണ്ട് ആൾക്കാരെല്ലാം തിരിച്ചു വന്നു. കുറേ പേര് കഴിച്ചു, കുറേ പേര് കഴിച്ചില്ല. എല്ലാവരും തിരിച്ചു വന്നു. പിന്നെയും ഷെഡ്യൂളിലില്ലാത്ത, ലിസ്റ്റിലില്ലാത്ത ഒരു സെഷൻ അവിടെ തുടങ്ങി. ചിലപ്പോൾ നിൻ്റെ വിടുതൽ ലിസ്റ്റിലില്ലാത്ത ഒരു സെഷനിലായിരിക്കും. ആമേൻ. ദൈവാത്മാവിന് അങ്ങനെ സമയമൊന്നുമില്ല. ഏത് സമയത്തും കർത്താവിനെ പ്രവർത്തിക്കാൻ പറ്റും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ അവിടെ പാടാൻ തുടങ്ങി. ആൾക്കാരെല്ലാം തിരിച്ചു വന്നു. പാസ്റ്റർ റൈസൻ വീട്ടിൽ പോകാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് പോകാൻ തോന്നിയില്ല. അദ്ദേഹം അവിടെ നിന്നു. എനിക്ക് തോന്നുന്നു ഒരു 9:30 മുതൽ 11:30 വരെ ഞാൻ അവിടെ വന്ന് പാടി. പലരും പറഞ്ഞു അണയാൻ പോകുന്ന തീ ആളി കത്തുക എന്ന് പറഞ്ഞു. ഞാനും ഓർത്തു ഇത് പാടി എൻ്റെ ജീവിതം തീരാൻ പോകുമായിരിക്കുമെന്ന്. ആമേൻ. എല്ലാവരും അങ്ങനെ തന്നെ വിശ്വസിച്ചു. പക്ഷേ 11:30 ആയപ്പോൾ പാസ്റ്റർ റൈസൻ്റെ മൈക്കെടുക്കാൻ നിയോഗം തോന്നി. ഞാൻ സ്റ്റേജിൽ കയറി മൈക്കെടുത്തുകൊണ്ട് വന്നു. അദ്ദേഹം 2 വാക്കിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. പെട്ടെന്ന് പിള്ളേരെല്ലാം ആത്മാവിലായി. 102 കുഞ്ഞുങ്ങൾ അന്ന് രാത്രി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. ആ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കെന്തോ ക്ഷീണം തോന്നി. ഞാൻ ഫ്രണ്ടിൽ കസേര വന്നിരുന്നു. ആമേൻ. ആ സമയത്ത്
10 വയസ്സിൽ താഴെ ഏകദേശം ഒരു 6 വയസ്സ് വരുന്ന ഒരു പെൺകുട്ടി ഓടി പ്ലാറ്റ്ഫോമിൽ കയറി പാസ്റ്റർ റൈസൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് വാങ്ങിച്ചിട്ട് വിളിച്ചു പറഞ്ഞു, പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഇന്ന് രാത്രി യേശു അപ്പച്ചൻ ചിക്കുവ ചാച്ചനെ സൗഖ്യമാക്കും. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരം നിങ്ങളുടെ പുത്രന്മാരും പ്രവചിച്ചു തുടങ്ങും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും. എനിക്ക് ക്യാൻസർ വരുന്നതിന് 2 മാസം മുമ്പ് 2006 ജനുവരി മാസം ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന നടക്കുമ്പോൾ അന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ അനിയൻ എന്നെ നോക്കി ദൂത് പറഞ്ഞു, ചേട്ടായി ഒരു ബ്ലാക്ക് ക്യാറ്റ് ചേട്ടായിയെ കടിക്കുന്നത് ഞാൻ ദർശനം കാണുന്നു, ആ ക്യാറ്റിൻ്റെ മേളിൽ ക്യാൻസർ എന്ന് എഴുതിയിരിക്കുന്നു, ചേട്ടായി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു പോടാന്ന് പറഞ്ഞു. ആമേൻ. കാര്യം 7ാം ക്ലാസ്സിൽ പഠിക്കും മുതൽ 600 പേരുള്ളൊരു ചർച്ചിലെ വർഷിപ്പ് ലീഡറാണ് ഞാൻ. 7ാം ക്ലാസ്സുകാരൻ ഈ കൊച്ചൻ്റെ ആമേൻ ദൂത് കേൾക്കേണ്ട ആവശ്യമൊന്നും എനിക്ക് അന്നേരം ഇല്ല എന്നൊരു അഹങ്കാരം എന്നെ ഭരിച്ചിരുന്നു. പക്ഷേ അന്ന് രാത്രി ഈ പൈതൽ ദൂത് വിളിച്ച് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, 7 ക്ലാസ്സുകാരൻ്റെ ദൂതിനെ അവഗണിച്ച് നിനക്ക് ക്യാൻസർ വന്നെങ്കിൽ 6 വയസ്സുകാരിയെ കൊണ്ട് നിന്റെ സൗഖ്യത്തെ ഞാൻ സ്ഥിരീകരിക്കും. 7ാം ക്ലാസ്സുകാരൻ്റെ ദൂതിനെ അവഗണിച്ചപ്പോൾ നിനക്ക് ക്യാൻസർ വന്നെങ്കിൽ 6 വയസ്സുകാരിയെ നിന്റെ രോഗത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കും. ഈ പെൺകുട്ടി ഈ ദൂത് വിളിച്ച് പറയുന്ന സമയത്ത് ആമേൻ പരിശുദ്ധാത്മാവ് എന്നെ തൂക്കിയെടുത്ത് എറിഞ്ഞു. 6-7 മീറ്റർ അപ്പുറത്ത് തെറിച്ച് ഞാൻ പോയി വീണു. അവിടെ കിടന്ന് ഉരുളാൻ തുടങ്ങി. കുറേ സമയം ഞാൻ കിടന്ന് ഉരുണ്ടു. ആമേൻ എൻ്റെ ചലനം നഷ്ടപ്പെട്ടു. എൻ്റെ ചലനം നഷ്ടപ്പെട്ടപ്പോൾ ആമേൻ എൻ്റെ വായിൽ നിന്ന് നൊരയും പതയൊക്കെ വരാൻ തുടങ്ങി. ആമേൻ വീട്ടിൽ ഞാൻ മരിക്കുമെന്ന് പറഞ്ഞു വന്നതാണ്. എൻ്റെ അനിയൻ ഓർത്തു ചേട്ടായി മരിച്ചു. അവൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ ചേട്ടായി മരിച്ചുപോയി. ക്യാമ്പിന് വന്നവരെല്ലാം എൻ്റെ ചുറ്റും വട്ടം കൂടി ഞാൻ മരിച്ചെന്ന് പറഞ്ഞ് കരയുമ്പോൾ ആമേൻ സ്റ്റേജിൽ പാസ്റ്റർ റൈസൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുമ്പേ ദൂത് പറഞ്ഞ് 6 വയസ്സുകാരി കൊച്ച് ഓടി പ്ലാറ്റ്ഫോമിൽ കയറി പാസ്റ്റർ റൈസൻ്റെ പാൻറെ പിടിച്ച് വലിച്ചിട്ട് പറഞ്ഞു, നോ, ഇന്ന് രാത്രി ചിക്കുവ ചാച്ചനെ യേശു അപ്പച്ചൻ സൗഖ്യമാക്കുമെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞതാ. അത് സംഭവിക്കും. ആ ദൈവദാസൻ ഓടി എൻ്റെ അടുക്കൽ വന്ന് ആമേൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആമേൻ താൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സൂര്യനേക്കാൾ വെല്ലുന്ന വലിയൊരു പ്രകാശം എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടു. ആ പ്രകാശത്തിന് തലയുണ്ട്, ആ പ്രകാശത്തിന് കൈകളുണ്ട്, ആ പ്രകാശത്തിന് കാലുകളുണ്ട്. എനിക്ക് മനസ്സിലായി ഇതെനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ എൻ്റെ യേശു എന്നെ തൊടാൻ വന്ന് നിൽക്കുക. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു സ്പെഷ്യൽ എൻകൗണ്ടർ ആവശ്യമുള്ളവർ വിളിച്ചു പറഞ്ഞ, കർത്താവേ നീ എൻ്റെ മുമ്പിലൊന്ന് വെളിപ്പെട്, നീ എൻ്റെ മുമ്പിലൊന്ന് വെളിപ്പെട്. നിന്റെ മുമ്പിൽ വെളിപ്പെടാൻ കർത്താവ് റെഡിയാ. അന്ന് രാത്രി എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് മരണം മാത്രം പ്രതീക്ഷിച്ച് കഴിഞ്ഞ് എൻ്റെ അടുക്കൽ യേശു വന്നു. ആമേൻ. എൻ്റെ അടുക്കൽ യേശു വന്നിട്ട് യേശു എന്നോട് പറയുകയാണ്, മോനെ വൈദ്യശാസ്ത്രം നിന്നെ ഉപേക്ഷിച്ചു. ആമേൻ. എന്നാൽ എൻ്റെ തേജസ്സിനെ ഞാൻ നിന്റെ മേലയക്കും. നിന്നെ ഞാൻ സൗഖ്യമാക്കും. രോഗശാന്തിയുടെ അഭിഷേകം ഞാൻ നിന്റെ മേൽ തരും. ആമേൻ. അന്ത്യകാലത്തെ ഉണർവിന്റെ വക്താവായി ഞാൻ നിന്നെ നിയോഗിക്കും. നീ പട്ടണങ്ങളിൽ ചെന്ന് നിൽക്കും. യുവാക്കന്മാർ നിന്റെ ചുറ്റും തടിച്ചുകൂടും. ഈ ദൂത് കേട്ട മാത്രയിൽ ഞാൻ നോക്കുമ്പോൾ ആ പ്രകാശം എൻ്റെ ശരീരത്തിലേക്ക് കയറുന്നത് ഞാൻ കണ്ടു. ആമേൻ. ഒരു സെക്കൻഡ് എടുത്തൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ ശരീരത്തിലെ 40 മുഴകൾ അന്ന് രാത്രിയിൽ ആ നിമിഷം അപ്രത്യക്ഷമായി. 90% ക്യാൻസറിനെ കർത്താവ് അബ്സോർവ് ചെയ്തെടുത്തു. ആമേൻ. ഇന്ന് രാത്രി എൻ്റെ യേശു ജീവിക്കുന്നു. ചേർന്ന് കരങ്ങളെ തട്ടി വായികളെ തുറന്ന് ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഈ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ സൗഖ്യം നടക്കുക. നിന്റെ ശരീരത്തിൽ സൗഖ്യത്തെ സ്വീകരിക്കുക. നിന്റെ ശരീരത്തിൽ രോഗശാന്തിയുടെ അഭിഷേകത്തെ സ്വീകരിക്കുക. നീ തൊടുമ്പോൾ രോഗികൾ സൗഖ്യമാകത്തക്ക നിലയിൽ സൗഖ്യത്തിന്റെ ഒരു പാക്കേജ് ദൈവം നിന്നെ ഏൽപ്പിക്കുക. റിയാന്തന വൽഗന സിയാർഖന മർത്തോ റിയാന്തല പ്രബന്ധലം ഗേതുനിയ ശർക്ക സിരിയാന്തല മേൽക്കിനിയ തിബനിയർക്കു തോരന്തിനിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2006 എനിക്ക് ക്യാൻസർ വന്നപ്പോൾ എൻ്റെ 3ാമത്തെ കീമോതെറാപ്പി കഴിഞ്ഞ് ആമേൻ പിറ്റേ ഞായറാഴ്ച ഞാൻ സഭയിൽ ആരാധനയ്ക്ക് ചെല്ലുമ്പോൾ ആമേൻ അവിടുത്തെ വിശ്വാസികൾ പറഞ്ഞു, ആമേൻ ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിച്ചെന്ന്. പാസ്റ്റർ മോന് ക്യാൻസർ വന്നപ്പോൾ വിശ്വാസി പറഞ്ഞ കാര്യമാണ്, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിച്ചെന്ന്. പക്ഷെ ലാസറെ നിന്നെ പന്തിലിരുത്തണമെങ്കിൽ നീ മരിക്കണം, നീ നാറ്റം വെക്കണം, എനിക്ക് വന്ന് ഉയർപ്പിക്കണം. മറ്റൊരു കൂട്ടർ പറഞ്ഞു, കർത്താവ് തന്ന രോഗമാണ് സന്തോഷത്തോടെ സ്വീകരിച്ചോളാൻ. പക്ഷെ അവൻ്റെ ഭണ്ഡാരത്തിൽ എനിക്ക് വേണ്ടി വെച്ചിരുന്നത് സൗഖ്യമായിരുന്നു. ഹലോ,
എല്ലാവരും മരിച്ചെന്ന് പറഞ്ഞു. എല്ലാവരും എൻ്റെ തലയ്ക്ക് വെച്ച് ഹിതം നിറവേറ്റണേ എന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ മാതാപിതാക്കളും ഞാനും ഉൾപ്പെടെ എൻ്റെ മരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. പക്ഷേ ലോകസ്ഥാപനത്തിന് മുമ്പേ എൻ്റെ മേൽ വിളിയുണ്ടായിരുന്നു. വിളിയുള്ള നിന്നെ തൊടാൻ ഒരൊറ്റ രോഗത്തിനും സാധിക്കത്തില്ല. ആ വിളിക്കകത്ത് നിന്റെ സൗഖ്യമുണ്ട്. ആ വിളിക്കകത്ത് നിന്റെ ശുശ്രൂഷയുണ്ട്. ആ വിളിക്കകത്ത് ദൈവം നിന്നെ മാനിക്കുന്ന വഴികളുണ്ട്. ഒറ്റ രാത്രി കൊണ്ട് യേശു എൻ്റെ ജീവിതത്തെ മാറ്റി. ഞാൻ സമർപ്പണത്തിലേക്ക് വന്നു. ഞാൻ ശുശ്രൂഷയിലേക്ക് വന്നു. ആമേൻ. 3 വർഷം ഞാൻ നന്നായിട്ട് സാക്ഷ്യം പറഞ്ഞു. കഴിഞ്ഞ 5 വർഷം ക്യാൻസർ സൗഖ്യമാക്കിയ കർത്താവിനെ ഞാൻ സാക്ഷ്യം പറഞ്ഞു. ആമേൻ. 3 വർഷം മുമ്പ് എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. എൻ്റെ ഹിപ്പ് ബോൺ ഫ്രാക്ചറായി. സ്റ്റിറോയിഡ്സിൻ്റെ റിയാക്ഷൻ നിമിത്തം അവിടെ മുഴുവൻ തേയാൻ തുടങ്ങി. ഒരു സൈഡിലെ ഹിപ്പ് 80%, മറ്റേ സൈഡിൽ ഹിപ്പ് 85%. അങ്ങനെ 2 ഹിപ്പും തേഞ്ഞു പോയി. ആമേൻ. ഇവിടെ ഇരിക്കുന്ന പലരും ഞാൻ നടക്കുന്ന ബീച്ചാനൊക്കെ ഞാൻ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. ആമേൻ. ഒരു കപ്പൽ പോകുന്ന പോലെ ഞാൻ നടന്നുകൊണ്ടിരുന്നു. അന്നേരവും ക്യാൻസർ സൗഖ്യമാക്കിയ ദൈവത്തെ പറ്റി പറയാൻ ഞാൻ മടി കാണിച്ചില്ല. 2012 ഈ വർഷം കഴിഞ്ഞ മാർച്ച് മാസം വെണ്ണിക്കുളം ക്രൂസൈഡിൽ 2000 പേരെ മുമ്പിലിരിക്കുമ്പോൾ 1.5 മണിക്കൂർ ശുശ്രൂഷിക്കാൻ സമയം തന്നിട്ട് 40 മിനിറ്റ് പോലും തികയ്ക്കാൻ പറ്റാതെ ഞാൻ ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നു. കാലുവേദന നിമിത്തം, ഹിപ്പിൻ്റെ വേദന നിമിത്തം. അന്ന് രാത്രിയിൽ ഞാൻ ക്യാൻസർ സൗഖ്യമാക്കിയ യേശുവിനെ സാക്ഷ്യം പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എക്സോഡസ് എന്ന് പറയുന്ന ചർച്ചിൽ കുമ്മനാട് വന്നു. പിറ്റേ ദിവസം രാവിലെ അവിടെ വർഷിപ്പ് ലീഡ് ചെയ്യുന്നു. 2 മണിക്കൂർ ഞാൻ വർഷിപ്പ് ലീഡ് ചെയ്തു. പക്ഷേ എനിക്ക് വർഷിപ്പ് ചെയ്യാൻ പറ്റിയില്ല. വർഷിപ്പ് ലീഡേഴ്സിന് അറിയാം, വർഷിപ്പ് ലീഡിങ്ങും വർഷിപ്പും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ആരാധന നയിക്കാൻ എളുപ്പം, പക്ഷേ ആരാധിക്കാൻ പാടാണ്. അന്ന് ഞാൻ ആരാധന നയിച്ചു, പക്ഷേ എനിക്ക് ആരാധിക്കാൻ പറ്റിയില്ല. എൻ്റെ മനസ്സിൽ 100 ചോദ്യങ്ങൾ ഉയർന്നു. 2007 എന്നെ സൗഖ്യമാക്കിയ യേശു എവിടെ പോയി? 2007 എന്നെ ക്യാൻസറിൽ നിന്ന് വിടുവിച്ച, 40 മുഴകൾ അപ്രത്യക്ഷമാക്കിയ, 90% ക്യാൻസറിനെ എൻ്റെ ശരീരത്തിൽ നിന്ന് നീക്കിയ എൻ്റെ കർത്താവ് എവിടെ പോയി? ഞാൻ ഈ ചോദ്യങ്ങൾ ആവർത്തിച്ച് എൻ്റെ മനസ്സിൽ ചോദിച്ചുകൊണ്ടിരുന്നു. 2 മണിക്കൂർ എങ്ങനെയോ തള്ളി നീക്കി ഞാൻ അവിടെ കസേര വന്നിരിക്കുമ്പോൾ അന്ന് ശുശ്രൂഷിക്കാൻ എഴുന്നേറ്റ കർത്താവിൻ്റെ ദാസൻ നേരെ എഴുന്നേറ്റ് എൻ്റെ തലയെ കൈവച്ചിട്ട് പറഞ്ഞു, 2 മണിക്കൂർ നീ ആരാധന നയിച്ചു, പക്ഷേ നിനക്ക് ആരാധിക്കാൻ പറ്റിയില്ല. നീ പാട്ടു പാടി, പക്ഷേ നിനക്ക് ആരാധിക്കാൻ പറ്റിയില്ല. നിൻ്റെ മനസ്സിൽ 100 കണക്കിന് ചോദ്യങ്ങളായിരുന്നു. നിന്നെ സൗഖ്യമാക്കിയ യേശു എവിടെയെന്ന് നീ ചോദിച്ചു. പക്ഷേ എനിക്ക് മറുപടി പറയാനുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, 2007 നിനക്ക് യേശുവിനെ ഭയങ്കര വിശ്വാസമായിരുന്നു. പക്ഷേ 2012 യേശുവിന് നിന്നെ ഭയങ്കര വിശ്വാസമാണ്. മനസ്സിലായില്ല? 2007 നിനക്ക് യേശുവിനെ ഭയങ്കര വിശ്വാസമായിരുന്നു. പക്ഷേ 2012 യേശുവിന് നിന്നെ ഭയങ്കര വിശ്വാസമാണ്. അതാ മുമ്പേ പാടിയ സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. ആമേൻ. 2007 സൗഖ്യം, പിന്നെയും 2012 ഒരു മേജർ സർജറി. ആമേൻ. 2012 2 ഹിപ്പും കഴിഞ്ഞ 4 മാസം മുമ്പ് 2 ഹിപ്പും മാറ്റിവെച്ചു. പക്ഷേ ആ തിയേറ്ററിനകത്ത് ഞാൻ അനുഭവിച്ച ദൈവ സാന്നിധ്യം ഇന്നുവരെയും ഒരു പ്ലാറ്റ്ഫോമിലും അനുഭവിച്ചിട്ടില്ല. ആ തിയേറ്ററിനകത്ത് ഞാൻ പ്രവചിച്ച പ്രവചനം ഇന്നുവരെയും ഒരു പ്ലാറ്റ്ഫോമിലും ഞാൻ പ്രവചിച്ചിട്ടുമില്ല. ആ തിയേറ്ററിനകത്ത് ഞാൻ അനുഭവിച്ച ആത്മീയ സന്തോഷം ഇന്നുവരെയും ഞാൻ എങ്ങും അനുഭവിച്ചിട്ടുമില്ല. ആമേൻ. അതുകൊണ്ടാണ് പറഞ്ഞ സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. ഞാൻ ആ പാട്ടിൻ്റെ വരികൾ പാടാൻ പോവാം. അത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട്, ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങും. നിങ്ങളിലെ രോഗിയെ കർത്താവ് നീക്കാൻ പോകുക. രോഗമുള്ള ഭാഗത്ത് കരം വയ്ക്കണം ആ പാട്ട് പാടുമ്പോൾ. ആമേൻ. ഞങ്ങൾ ഒരുമിച്ച് അത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മേൽ രോഗശാന്തി സംഭവിക്കും. രോഗശാന്തിയിൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇന്ന് രാത്രിയിൽ? ആമേൻ. രോഗശാന്തിയിൽ വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. രോഗശാന്തിയിൽ വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ആമേൻ. ക്യാൻസർ ഉള്ളവർ ദൈവരാജ്യത്തിലുണ്ട്, പക്ഷേ ക്യാൻസർ ദൈവരാജ്യത്തിലില്ല. ഹലോ. ക്യാൻസർ ഉള്ളവർ ദൈവരാജ്യത്തിലുണ്ട്, പക്ഷേ ക്യാൻസർ ദൈവരാജ്യത്തിലില്ല.
രാജ്യത്തിലില്ലാത്ത ഒരു ചരക്കും എൻ്റെ ശരീരത്തിൽ വേണ്ട. എത്ര പേരത് ക്ലെയിം ചെയ്യും? ദൈവരാജ്യത്തിലില്ലാത്ത ഒരു സാധനവും എൻ്റെ ശരീരത്തിൽ വേണ്ട. എല്ലാ അൺവാണ്ടഡ് ഗ്രോത്തും ഈ സമയത്ത് അപ്രത്യക്ഷമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഉദര സംബന്ധമായ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. മൈഗ്രെയിൻ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ക്യാൻസർ മുഴകൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ, അപ്രത്യക്ഷമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ ശരീരങ്ങളെ ദൈവ സാന്നിധ്യം കീഴടക്കട്ടെ. സാന്നിധ്യത്തോട് പ്രതികരിച്ചാട്ടെ. ആ കരങ്ങൾ ഉയർത്തി അല്പനിമിഷം അന്യഭാഷയിൽ സംസാരിച്ചാട്ടെ. 2007 ഏപ്രിൽ മാസം 10-ാം തീയതി ട്രിവാൻഡ്രം RCCയിൽ നിന്ന് മെഡിക്കൽ സയൻസ് എന്നെ റിജക്റ്റ് ചെയ്തു. എല്ലാവരുടെയും മുമ്പിൽ തല കുനിയപ്പെട്ടവനായി, എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ, ആമേൻ, എൻ്റെ ചാർച്ചക്കാരുടെ മുമ്പിൽ, ആമേൻ, തല കുനിയപ്പെട്ടവനായി ഞാൻ എൻ്റെ ഭവനത്തിൽ മടങ്ങി വന്നു. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. SB കോളേജിലെ എൻ്റെ കൂട്ടുകാർ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ പടമെടുത്തു. ഞാൻ മരിച്ചു കഴിഞ്ഞ് എൻ്റെ കോളേജിൽ തൂക്കാൻ. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട മാതാപിതാക്കളും ഞാനും ഉൾപ്പെടെ എന്നെ മരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, ആമേൻ, ഹല്ലേലൂയ, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട എൻ്റെ ജീവിതത്തിലേക്ക് യേശുവിൻ്റെ സാന്നിധ്യം വന്നു. യേശുവിൻ്റെ സ്പർശനം ഞാൻ അനുഭവിച്ചു. ഒരു രാത്രി കൊണ്ട് യേശു എൻ്റെ മുഴുവൻ ജീവിതത്തെയും മാറ്റിമറിച്ചു. രാജ്യങ്ങൾ എൻ്റെ മുമ്പിൽ തുറന്നു തന്നു. സംസ്ഥാനങ്ങൾ എൻ്റെ മുമ്പിൽ തുറന്നു തന്നു. പട്ടണങ്ങൾ എൻ്റെ മുമ്പിൽ തുറന്നു തന്നു. അനേക അറിയപ്പെടുന്ന ദൈവദാസന്മാരുടെ കൂടെ നിൽക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്റ്റേജുകളിൽ ദൈവം എന്നെ നിർത്തി. ഇന്ന് രാത്രിയിൽ ഞാൻ വിശ്വസിക്കുന്നു, എന്നെ സൗഖ്യമാക്കി, എൻ്റെ മേലുള്ള വിളിയെ ഉറപ്പാക്കിയ എൻ്റെ ദൈവം നിന്നെ സൗഖ്യമാക്കി നിന്റെ ഭവനത്തിൽ, നിന്റെ ദേശത്ത് നിന്റെ തല ഉയർത്താൻ പോകുക. നീ ഞങ്ങളെ വലയിലകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്തൊരു ഭാരം വെച്ചിരിക്കുന്നു. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി തീയിലും വെള്ളത്തിലും കൂടെ കടത്തിവിട്ടു. പക്ഷെ അതിൻ്റെ ഒടുവിൽ ഇങ്ങനെ എഴുതിയേക്കുന്നേ, എങ്കിലും സമൃദ്ധിയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു. ഇതെല്ലാം അനുഭവിക്കുമ്പോഴും നിന്റെ മുമ്പിൽ ഒരു സമൃദ്ധി വെളിപ്പെടാനുണ്ട്. ഇന്ന് രാത്രി നിന്റെ സൗഖ്യം നടന്നില്ലെങ്കിൽ നീ ഭാരപ്പെടേണ്ട. നിന്റെ മുമ്പിൽ ഒരു വലിയ സമൃദ്ധി വെളിപ്പെടാനിരിക്കുക. ആ കരങ്ങളെ ചേർത്ത് തട്ടി വായികളെ തുറന്ന് അന്യഭാഷയിൽ കർത്താവിനെ സ്തുതിച്ചാട്ടെ. റിയാന്തന വർഗന സിയാന്തന ശകരദിനിയാന്തല മനസിയോ റൾട്ടിമിനിയ കുതേരനിനിയ റൽകെ ദരശിയാന്തന മേദിനിയ റമനിനിയ കുസോല തെരതിനിയാന്തലബെ റമാനിനിയ റകേര മശസ്. കർത്താവേ, യേശുവിൻ നാമത്തിൽ ഞാൻ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യത്തെ ഞാൻ ഇവരുടെ മേൽ പകരുന്നു. നീ എനിക്ക് തന്ന സൗഖ്യത്തിൻ്റെ അഭിഷേകത്തെ, നീ എനിക്ക് തന്ന രോഗശാന്തിയുടെ അഭിഷേകത്തെ ഈ ജനത്തിൻ്റെ മേൽ ഞാൻ കൈമാറി പ്രാർത്ഥിക്കുന്നു. ആ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചാട്ടെ. ഒരു കരം ഉയർത്തി മറ്റേ കരം രോഗമുള്ള ഭാഗത്ത് വെച്ചാട്ടെ. ഞാൻ നിങ്ങളെ കാണുന്നില്ല, പക്ഷെ യേശു നിങ്ങളെ കാണുന്നുണ്ട്. ഇന്ന് രാത്രി സകല രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി ഇപ്പോൾ ഈ മൺകൂടാരങ്ങളെ തൊടട്ടെ. നാളെ പകലിൽ അനേക സാക്ഷ്യങ്ങൾ എഴുന്നേൽക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. നാളെ പകലിൽ അനേക സാക്ഷ്യങ്ങൾ എഴുന്നേൽക്കട്ടെ യേശുവിൻ നാമത്തിൽ. റെസ്പോൺസ് ഫോം ഫില്ല് ചെയ്യുമ്പോൾ, പ്രതികരണക്കുറിപ്പ് ഫില്ല് ചെയ്യുമ്പോൾ സൗഖ്യത്തിൻ്റെ സാക്ഷ്യങ്ങൾ ഞങ്ങൾ വായിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മുഴകൾ അപ്രത്യക്ഷമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഷുഗർ നോർമലാകട്ടെ. യേശുവിൻ നാമത്തിൽ BP നോർമലാകട്ടെ. യേശുവിൻ നാമത്തിൽ എല്ലാ ഹൃദ്രോഗങ്ങളും സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആന്തരിക അവയവങ്ങളിൽ, ആമേൻ, ഗിലെയാദിലെ നല്ല വൈദ്യന്റെ തൈലം വന്നു വീഴട്ടെ. യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യം ഈ ശരീരങ്ങളിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. പാടിക്കേ. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും സുഖമുള്ള കണ്ണുനീർ യേശു മാത്രം മതി. യേശു യേശു അവനാരിലും
എല്ലാവരും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്ന കരങ്ങൾ ഉയർത്തി ചില നിമിഷങ്ങൾ കർത്താവിനെ ആരാധിക്കാം. യേശു അവനാകിലും മതിയായവൻ. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവം നന്മയ്ക്കായി ഭവിച്ചിടുന്നു. തിരുസ്വരം അനുസരിച്ച നമുക്കൊരുക്കിടും അവനഖിലം. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവം നന്മയ്ക്കായി ഭവിച്ചിടുന്നു. തിരുസ്വരം അനുസരിച്ചാൽ, തിരുസ്വരം അനുസരിച്ചാൽ നമുക്കൊരുക്കിടും അവനഖിലം. കൃപയരുളിടുമേ ബലമണിക്കുമേ, കൃപയരുളിടുമേ ബലമണിക്കുമേ, മാറമധുരമാറ്റിടുമേ. യേശു 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 അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും അവനാരിലും മതിയായവൻ. യേശു 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 അവനായിലും വലിയവൻ. യേശു യേശു അവനായിലും മതിയായവൻ. കരങ്ങൾ ഉയർത്തി പാടിക്ക്. യേശു യേശു, ഒരു ശബ്ദം ഉയർത്തി. യേശു അവനായിലും വലിയവൻ. യേശു 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 അവനായിലും മതിയായവൻ. അവനാരിലും മതിയായവൻ. യേശുവാരിലും യേശുവാരിലും മതിയായവൻ. യേശുവാരിലും മതിയായവൻ. യേശുവാ കർത്താവേ, ഞങ്ങൾ അവിടുത്തെ സ്നേഹിക്കുന്ന യേശുവേ, അവിടുത്തേക്ക് നന്ദി പറയുന്ന യേശുവേ, നീ ഞങ്ങളെ സ്നേഹിച്ച നിന്റെ മഹാസ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്ന കർത്താവേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോ സ്തുതി.
യാചിക്കാത്ത എനിക്ക് കരങ്ങൾ ഉയർത്തി പറഞ്ഞു നന്ദിയോടെ സ്തുതി പാടിടും എൻ്റെ എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഓ ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി വായിച്ച അതേ വേദഭാഗം ഈ രാത്രിയിലും വായിക്കാൻ ആഗ്രഹിക്കുന്നു. യൂദായുടെ ലേഖനം 3-ാമത്തെ തിരുവചനം. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്കെഴുതുവാൻ ഞാൻ സകലവിധ പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാട്ടം കഴിക്കണമെന്ന് നിങ്ങളെ പ്രബോധിപ്പിച്ചെഴുതുക ആവശ്യമെന്ന് എനിക്ക് തോന്നി. ഈ തിരുവചനത്തെ ആധാരമാക്കിയാണ് ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ അല്പസമയം ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിച്ചത്. അതിൻ്റെ തുടർച്ചയായി തന്നെ ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവാം ദൈവം ഓർമ്മിപ്പിക്കുന്ന ദൈവികമായ സന്ദേശങ്ങൾ പങ്കുവച്ച് അല്പനേരം പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ പ്രയർ കോൺഫറൻസിൻ്റെ പ്രധാനപ്പെട്ട തിരുവചനം നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി തീരാൻ എപ്പഫ്രാസ് നിങ്ങൾക്ക് വേണ്ടി എല്ലായ്പ്പോഴും പ്രാർത്ഥനയിൽ പോരാടുന്നു. ക്രിസ്തുവിൽ തികഞ്ഞവനും ദൈവഹിതം സംബന്ധിച്ച് പരിപൂർണ നിശ്ചയമുള്ളവനാകുന്ന ഒരാത്മീക നിലവാരമാണ് ഈ ദിവസങ്ങളിലെ മീറ്റിങ്ങുകളിൽ സംഘാടകരുടെ ലക്ഷ്യം. അത് തന്നെയാണ് കർത്താവിൻ്റെ ഹിതവും. ഒരു പ്രാർത്ഥനാ പോരാളിയായി ഞാൻ മാറുക എന്നതാണ് എൻ്റെ സ്വപ്നമെങ്കിൽ ഞാൻ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഇന്ന് പകൽ നമ്മൾ ചിന്തിച്ചത് അതാ. നമ്മൾ എന്തിനൊക്കെയാണ് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? അതിനെക്കുറിച്ച് ഇന്ന് പകൽ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ ദാസനായി യൂദ ഈ ലേഖനം എഴുതുമ്പോൾ വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം കഴിക്കണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിച്ചെഴുതുവാൻ നിർബന്ധിതനായി എന്നാണ് വേറെ ഒരു ട്രാൻസ്ലേഷൻ. ഞാൻ നിർബന്ധിതനായി. ഞാൻ എന്തുകൊണ്ടാ വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം കഴിക്കണമെന്ന് നിങ്ങളെ പ്രബോധിപ്പിക്കാൻ നിർബന്ധിതനായത്? നിർബന്ധിതനായതിൻ്റെ കാരണം അദ്ദേഹം രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും കർത്താവുമായ യേശുക്രിസ്തുവിനെ തള്ളിക്കളയുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അതാ അതിൻ്റെ കാരണം. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് കർത്താവിൻ്റെ ആത്മാവ് ഈ ആലോചന നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇന്ന് പ്രഭാതത്തിൽ ബഹുമാന്യ ദൈവദാസൻ പാസ്റ്റർ ബാബു ചെറിയാൻ അവർകൾ ഓർമ്മിപ്പിച്ച ഒരാലോചന ഇതുമായി വളരെ ബന്ധമുള്ളത്. കൃപ എന്ന പദമാണ് വാസ്തവത്തിൽ ഇപ്പോൾ പാപം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ആ പഠിപ്പിക്കല.
ഇന്നലകളും ഇന്നും നാളെയും എല്ലാം കർത്താവ് ക്ഷമിച്ചത് കൊണ്ട് പാപം ചെയ്താലും സാരമില്ല. വേഗത്തിൽ യുവത്വം തകർക്കപ്പെടുകയാണ് അവിടെ. പാപം ചെയ്യുന്നതിനെ ഗൗരവമായി കാണാൻ കഴിയാത്ത തരത്തിൽ, പാപം ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കത്തക്ക തരത്തിലുള്ള ഒരാലോചനകളിലേക്ക് ജനം നയിക്കപ്പെടുകയാണ്. യൂദായുടെ ലേഖനത്തിലും ഇതേ പശ്ചാത്തലമാണ്. ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കുന്ന ഏകനാഥനും കർത്താവുമായ യേശുക്രിസ്തുവിനെ തള്ളിക്കളയുന്ന അഭക്തരായ ചില മനുഷ്യർ. എന്താ അതിന്റെ പഠിപ്പിക്കൽ? വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ നിയമം വ്യഭിചാരത്തിൽ മുഴുകിയവളെ ബന്ധിച്ചു. നിയമം അവളെ ബന്ധിച്ചിട്ട് നേരെ യേശുക്രിസ്തുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. നിയമം പറഞ്ഞവളെ കല്ലെറിഞ്ഞു കൊല്ലണം. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. ആരും കല്ലെറിഞ്ഞില്ല. യേശുവിന്റെ വാക്ക്, സ്ത്രീയെ ആരും നിന്നെ ശിക്ഷ വിധിച്ചില്ലല്ലോ, ഞാനും നിന്നെ വിധിക്കുന്നില്ല. പകരപ്പെടുന്ന ഒരു സന്ദേശം എന്താണെന്നറിയാമോ? നിയമം ബന്ധിച്ചവളെ കൃപ സ്വതന്ത്രമാക്കി. നിയമം കൊല്ലണമെന്ന് വിധി എഴുതിയവളെ കൃപ സ്വതന്ത്രമാക്കി. നിയമമാണ് നിന്നെ കൊല്ലാൻ നിൽക്കുന്നത്, കൃപ സ്വതന്ത്രമാക്കുന്നതാ. ഇപ്പൊ നീ കൃപയുടെ ചാരത്താണ്, സ്വാതന്ത്ര്യം തരുന്ന കൃപയുടെ ചാരത്ത്. പക്ഷേ വേദഭാഗം അവിടെ കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല. കർത്താവിന്റെ ആത്മാവ് നിയമത്തിന്റെ ബന്ധനത്തിൽ നിന്ന് കൃപ നമ്മെ സ്വതന്ത്രമാക്കി. സത്യമാ. എന്നാൽ നിയമത്തിന്റെ ബന്ധനത്തിൽ നിന്ന് കൃപ നമ്മെ സ്വതന്ത്രമാക്കുമ്പോൾ കൃപയ്ക്ക് നമ്മോട് പറയാൻ ഒരു സന്ദേശമുണ്ട്: മേലിൽ പാപം ചെയ്യരുത്. അപ്പൊ നിയമത്തിന്റെ ബന്ധനത്തിൽ നിന്നും നമ്മെ സ്വതന്ത്രമാക്കിയ കൃപ നമ്മളെ എവിടേക്കാ കൊണ്ടുപോയേ? ഒരു നിയമത്തിലേക്കാ കൊണ്ടുപോയേ. അരുത്. മടങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. ഇപ്പൊ പ്രാർത്ഥനാ പായൽ മുഴങ്കാൽ മടക്കാൻ സജീവമായി എനിക്ക് താല്പര്യമുണ്ടാകുമ്പോൾ ഞാൻ ഏറ്റവും പ്രധാനമായി തകർത്ത് കളയേണ്ട ഒരു മേഖല, ഞാൻ ആത്മാവിൽ പോരാടേണ്ടുന്ന മേഖല, അത് യേശുക്രിസ്തുവിനായി എന്നെ സൂക്ഷിക്കുന്നത് കൊണ്ട്, അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രക്ഷയ്ക്കായി വിശ്വാസത്താൽ ദൈവശക്തിയാൽ ഞാൻ സൂക്ഷിക്കപ്പെടുന്നത് കൊണ്ട്, പിതാവിൻ്റെ സ്നേഹം ആ മേഖലയിൽ എനിക്കായി വെളിപ്പെടുന്നത് കൊണ്ട്, ഞാൻ എൻ്റെ മേൽ വ്യാപരിക്കുന്ന പ്രാർത്ഥനയുടെ വരത്തിൽ ശക്തമായി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്താ? ദൈവമേ, ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു, വെളിപ്പെടാനിരിക്കുന്ന രക്ഷയ്ക്കായി വിശ്വാസത്താൽ ദൈവശക്തിയാൽ ഞാൻ സൂക്ഷിക്കപ്പെടുമെന്ന വചനത്തെ ഞാൻ വിശ്വസിച്ചിട്ട് ഞാൻ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നു. പാപം ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്ന സകല സാഹചര്യങ്ങളുടെ നടുവിലും പാപത്തിൻ്റെ ശക്തിയെ പരാജയപ്പെടുത്താൻ കഴിവുള്ള അങ്ങയുടെ ശക്തിയെ എൻ്റെ മേൽ പകർന്നിട്ട് എന്നെ ജയാളിയാക്കി നിർത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൃപയുടെ പേര് പറഞ്ഞ് പാപത്തിൻ്റെ മണ്ഡലത്തിലേക്ക് ചലിക്കാൻ നമുക്ക് അനുവാദമില്ല പ്രിയപ്പെട്ടവരെ. ആമേൻ. ക്ഷമയുടെ ദൈവം ഇന്ന് രാത്രി നമ്മളെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് നിയമം നൽകുന്ന മരണത്തിൽ നിന്ന് നമ്മളെ അവൻ സ്വതന്ത്രമാക്കി. എന്നാൽ കൃപ ഇന്ന് രാത്രി നമ്മുടെ മുൻപിൽ വെച്ച നിയമങ്ങളുണ്ട്, അരുതുകളുടെ പ്രമാണം, അത് മാറിയിട്ടില്ല. ആ പശ്ചാത്തലത്തിലാണ് യൂദാ ലേഖനം എഴുതുന്നത്. അതേ പശ്ചാത്തലം ഗലാത്യ ലേഖനത്തിൻ്റെ ദൂതുകളുടെ പിന്നിലും നാം കാണുന്നുണ്ട്. ഈ ആലോചന എഴുതാൻ വാസ്തവത്തിൽ യൂദാ തയ്യാറാകുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് അടുത്ത ഭാഗത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വിലപ്പെട്ട സന്ദേശമുണ്ട്.
അടിമത്ത മണ്ഡലത്തിലായിരുന്ന ഒരു പറ്റത്തെ വാഗ്ദത്ത മണ്ഡലത്തിലേക്ക് ആമേൻ തമ്പുരാൻ വേർതിരിച്ചു. അവരെ അടിമത്തത്തിന്റെ നുകത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് സർവശക്തൻ വിടുവിച്ചു. അവിടെ കൊണ്ട് പൂർത്തിയായില്ല. പിന്നെയോ വിടുതൽ നൽകിയപ്പോൾ വിടുവിച്ചവനൊരു സ്വപ്നമുണ്ടായിരുന്നു. അടിമക്കളത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവൻ വാഗ്ദത്ത മണ്ഡലത്തിൽ എത്തണമെന്ന ഒരു സ്വപ്നം ബാക്കി. വിടുവിക്കപ്പെട്ടു എന്ന ഒറ്റ കാരണത്താൽ നീ വാഗ്ദത്ത മണ്ഡലത്തിൽ എത്തുമോ? ഇല്ല. മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്നും ദൈവം അവരെ വിടുവിച്ചെങ്കിലും പിന്നീട് ദൈവം ലക്ഷ്യം വെച്ച വാഗ്ദത്ത മണ്ഡലങ്ങളിലേക്കുള്ള യാത്രയുടെ വഴികളിൽ വാഗ്ദത്ത മണ്ഡലത്തെ പരിപൂർണമായി ലക്ഷ്യം വെച്ചു സഞ്ചരിക്കാത്തവൻ യാത്രാവഴികളിൽ ദൈവികമായ വിടുതലുകൾ സമൃദ്ധിയായി അനുഭവിച്ചപ്പോഴും ആമേൻ ശവങ്ങളായി പട്ടുപോയെങ്കിൽ, ഒരു വാഗ്ദത്ത മണ്ഡലം ലക്ഷ്യം വെച്ചു വിടുവിക്കപ്പെട്ട ഞാനും നീയും ആ വാഗ്ദത്ത മണ്ഡലങ്ങളിൽ എത്തിയിട്ടില്ല. വാഗ്ദത്ത മണ്ഡലങ്ങളിലേക്കുള്ള യാത്രയുടെ പാതയിലായതുകൊണ്ട് ആമേൻ ഈ ദിവസങ്ങളിൽ അതിശക്തമായ ആത്മീക യുദ്ധത്തിന് നമ്മെ ഒരുക്കിയേ മതിയാകത്തുള്ളൂ. ആമേൻ വാഗ്ദത്ത മണ്ഡലത്തിലേക്കുള്ള സ്വസ്ഥത നഷ്ടപ്പെട്ടു പോയി എന്ന് വരാതിരിക്കേണ്ടതിന് നാം ഭയപ്പെടുക. അപ്പൊ സത്യത്തിൽ എനിക്കും നിങ്ങൾക്കുള്ള യുദ്ധം ഏതാ യുദ്ധം? നമ്മളൊക്കെ വാസ്തവത്തിൽ യുദ്ധം ചെയ്യുന്നത് വാഗ്ദത്ത മണ്ഡലങ്ങളിലേക്കുള്ള യാത്രയുടെ വഴിത്താരകളിൽ ദൈവത്തിൻ്റെ വിടുവിച്ചവന്റെ വിശ്വസ്തതയിൽ നിന്ന് വെളിപ്പെട്ടു വരുന്ന മന്നയ്ക്കും കാടപ്പക്ഷിക്കും തേയാത്ത ചെരുപ്പിനും ആമേൻ പഴകാത്ത ഉടുപ്പിനും വേണ്ടിയുള്ള യുദ്ധമായി ഇപ്പം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നീ അത് നടത്തിയില്ലേലും അത് തരാനുള്ള വിശ്വസ്തത വിടുവിച്ചവന്റെ പക്കലുണ്ട്. കാരണം നീ നടത്തുന്ന യുദ്ധത്തിൽ നിനക്ക് എന്താ അറിയാവുന്ന മന്ന എവിടുന്ന് വരുമെന്ന, കാടപ്പക്ഷിയെ ആര് കൊണ്ടുവരുമെന്ന, ഇട്ടിരിക്കുന്ന ഉടുപ്പ് പഴകിയാൽ പിന്നെ എന്താ സംവിധാനമെന്ന് നിനക്കറിയാമോ? അപ്പോൾ വാഗ്ദത്ത മണ്ഡലത്തിലേക്ക് പുറപ്പെട്ട എൻ്റെ ജീവിതത്തിൻ്റെ പാതയോരങ്ങളിൽ എനിക്കാവശ്യമുള്ളത് മുഴുവനും ആമേൻ വെളിപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ സംവിധാനങ്ങളാണ്. അതെൻ്റെ ചിന്തയിൽ പോലും ഇന്നലകളിൽ വരാത്ത കാറ്റും ആകാശവുമൊക്കെ എനിക്കാവശ്യമുള്ളത് തന്ന് എന്നെ നടത്താൻ വേണ്ടി കൽപ്പിച്ചവനാണ് എന്നെ പുറപ്പെടുവിച്ചത്. ഞാൻ ആവർത്തിക്കട്ടെ, നിനക്കാവശ്യമായ രോഗശാന്തിയും നിനക്കാവശ്യമായ സാമ്പത്തിക നന്മയും നിന്റെ ജോലിയുടെ സ്ഥിരതയും എല്ലാം വെളിപ്പെട്ടു വരേണ്ടത് വിടുവിച്ചവന്റെ വിശ്വസ്തത നിന്നാണ്. അതിനുവേണ്ടി അപ്പനോട് യുദ്ധം ചെയ്യുന്ന നിന്റെ യുദ്ധം ഇന്ന് രാത്രി അവസാനിപ്പിച്ചിട്ട് ആമേൻ വാഗ്ദത്ത മണ്ഡലത്തിൽ എത്തിച്ചേരാതിരിക്കാൻ അകത്തളങ്ങളിൽ വ്യാപരിക്കുന്ന ആമേൻ പഴയ മനുഷ്യന്റെ ചെയ്തികളെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്താനുള്ള ആത്മപകർച്ചയാണ് ഈ രാത്രി നാം പ്രാപിക്കേണ്ടത്. നമ്മുടെ ആത്മീയ ഗോളം വാസ്തവത്തിൽ ശുശ്രൂഷാവേദികൾ പെർഫോമൻസിന്, ഞാൻ ഒന്നുകൂടെ പറഞ്ഞാൽ റിയാലിറ്റി ഷോകൾക്ക് വഴിമാറി. യോജിക്കാനാകത്തില്ലെന്ന് എനിക്കറിയാം. യോജിച്ചില്ലെങ്കിലും ഇന്ന് രാത്രി എനിക്ക് അതിനകത്തൊരു ബുദ്ധിമുട്ട് തോന്നുകയില്ല. കാരണം ഫറവോന്യ കൊട്ടാരത്തിൻ്റെ അകത്ത് വിടുതലിൻ്റെ നേതൃത്വം നൽകുന്ന മോശ എന്ന് പറയുന്ന വലിയ പ്രവാചകൻ ആമേൻ തൻ്റെ വടി ആമേൻ സർപ്പമായി മാറുമ്പോൾ ആ കൊട്ടാരത്തിൻ്റെ അകത്ത് താഴെയിട്ട മന്ത്രവാദികളുടെ മുഴുവൻ രൂപമാറ്റം സംഭവിച്ച വടികളെയും വിഴുങ്ങിയത് മോശ കണ്ടു. ആമേൻ അത്യുഗ്രമായ ദൈവപ്രവർത്തി കൊട്ടാരത്തിൻ്റെ അകത്ത് വെളിപ്പെട്ടു. എന്തേ നിയോഗമുള്ള മോശെ അവിടെ നിനക്ക് നിൽക്കാൻ പാടില്ലായിരുന്നു?
നീ ആയിരിക്കുന്ന സാമ്രാജ്യത്തിന്റെ അകത്തെ കൊട്ടാരത്തിന്റെ നടുമുറ്റത്ത് അന്നത്തെ കാലഘട്ടത്തിൽ ഫറവോന്റെ അധീനതയിലിരിക്കുന്ന വലിയ മന്ത്രവാദികൾ ചെയ്ത വലിയ ശുശ്രൂഷകളെ വിഴുങ്ങുന്ന ഒരു ശുശ്രൂഷ നിന്റെ മേലുണ്ടല്ലോ. ആ പെർഫോമൻസ് കൊണ്ട് നിനക്കവിടെ നിൽക്കാൻ പാടില്ലേ? ഇല്ല. ദൈവത്തിന്റെ പർവ്വതത്തിന്റെ മുകളിൽ അഗ്നിയുടെ നടുവിൽ ഇറങ്ങി നിന്ന തമ്പുരാന്റെ ശബ്ദം കേട്ടവന് കൊട്ടാരത്തിന്റെ അകത്തു വെളിപ്പെടുത്തുന്ന പെർഫോമൻസുകളിൽ നിൽക്കാൻ അനുവാദമില്ല. പിന്നെയോ വിളിച്ചിറക്കാനുണ്ട് ഒരു കൂട്ടത്തെ, വാഗ്ദത്ത മണ്ഡലങ്ങളിൽ എത്തിക്കാനുണ്ട് അവറ്റകളെ. അത് പെർഫോമൻസിൽ അവസാനിക്കുന്നതല്ല. ദൈവം സ്വപ്നം കണ്ട വാഗ്ദത്ത മണ്ഡലങ്ങളിൽ ഒരു തലമുറയെ എത്തിക്കാനുള്ള നിയോഗം ഈ രാത്രി നിനക്ക് സ്വന്തമായിട്ടുണ്ട് എന്ന് ആത്മാവിൽ ഏറ്റെടുക്കാൻ ഈ രാത്രി എത്ര പേർ ഇതിനകത്തുണ്ട്? അപ്പൊ നമ്മുടെ വാഗ്ദത്തം കേവലം രോഗസൗഖ്യമല്ല. നമ്മുടെ വാഗ്ദത്തം കേവലം കടഭാരങ്ങളുടെ വിടുതലല്ല. നമ്മുടെ വാഗ്ദത്തം അവിടുന്ന് നമ്മുടെ മധ്യത്തിൽ വസിക്കും. ഞാൻ അവനും മകനും അവനെനിക്ക് പിതാവുമാകും. പാപമില്ലാത്ത, പാപത്തിൻ്റെ സാന്നിധ്യമില്ലാത്തൊരു മണ്ഡലത്തിലേക്ക് എന്നെ കൊണ്ടുപോകാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. നിങ്ങളെയും ആ ഒരു വാഗ്ദത്ത മണ്ഡലം അകലെ വെച്ചിട്ടാണ് ഇന്നലകളുടെ അടിമത്തത്തിൽ നിന്ന് തമ്പുരാൻ നമ്മളെ വിടുവിച്ചത്. ഇപ്പോൾ ആ വാഗ്ദത്ത മണ്ഡലത്തിലേക്കുള്ള യാത്രയുടെ വഴികളിലാണ് നമ്മൾ. ഈ യാത്രയുടെ വഴികളിൽ ആവശ്യമുള്ള മന്നയും വെള്ളവും ഒരുപക്ഷെ നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ? നിനക്ക് വെള്ളം പുറപ്പെടുവിച്ചു തരുന്നത് നീ തുറക്കുന്ന ടാപ്പ് തുറക്കുമ്പോൾ ചീറ്റി ഇറങ്ങുന്ന വെള്ളത്തെ പോലെ നിനക്ക് വാഗ്ദത്തം ഉള്ളത് കൊണ്ട് ആ വാഗ്ദത്ത തലത്തിൽ നീ എത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് നീ പ്രതീക്ഷിക്കാത്ത പാറയ്ക്കകത്ത് വെള്ളത്തെ ഗർഭം ധരിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു തമ്പുരാനുണ്ട്. സാധ്യതയില്ലെന്ന് നീ പറയുന്ന വലിയ ചില പാറകൾ നിനക്കാവശ്യമുള്ള വെള്ളത്തെ പ്രസവിച്ചു തരത്തക്ക തരത്തിൽ നീ വാഗ്ദത്ത മണ്ഡലത്തിലേക്കുള്ള യാത്രയിലാണെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ വിശ്വസ്തതയിൽ നിന്നാണ് അത് പുറപ്പെട്ടു വരുന്നത്. അതിനായിട്ടല്ല നിനക്ക് യുദ്ധമുള്ളത്. പിന്നെ ഇന്നലകളിൽ വാഗ്ദത്ത മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ച പലതും പരസംഗം ചെയ്തും പിറുപിറുത്തും കർത്താവിന്റെ ശക്തിക്ക് പരിധി വെച്ചും മറ്റു ചിലതിനെ ആശ്രയിച്ചും മരുഭൂമിയിൽ പട്ടുപോയതുപോലെ അടുത്ത തലമുറയിൽ ഇറങ്ങിത്തിരിച്ച ഞങ്ങളുടെ ജീവിതത്തിൽ കാലതാമസം വരുമ്പോൾ പിറുപിറുക്കാതെ, സംശയിക്കാതെ, പരസംഗം ചെയ്യാതെ, ദൈവശക്തിക്ക് പരിധി വയ്ക്കാതെ, കർത്താവിനെ പരീക്ഷിക്കാതെ ആ വാഗ്ദത്ത മണ്ഡലങ്ങളിൽ എത്തിച്ചേരാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി ഇന്ന് രാത്രി നിന്നെ സമർപ്പിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ ഈ ദിവസങ്ങളിൽ ആത്മാവിൽ നീ പൊരുതാൻ പോകുന്നത് നിന്റെ സംശയ വിചാരങ്ങളോടാണ്. ആത്മാവിൽ നീ യുദ്ധം ചെയ്യുന്നത് പിറുപിറുപ്പിന്റെ മണ്ഡലങ്ങളോടാണ്. ആത്മാവിൽ നീ യുദ്ധം ചെയ്യുന്നത് കർത്താവിന്റെ ശക്തിക്ക് പരിധി വയ്ക്കുന്ന, നമ്മളിൽ വ്യാപരിക്കുന്ന പരീക്ഷത്വത്തോടാണ്. ഈ രാത്രി വെളിപ്പാട് പ്രാപിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നിന്റെ യുദ്ധം ആരംഭിക്കുന്നത് എവിടെയാണെന്നറിയാമോ? ആത്മീക ജീവിതത്തിന്റെ പാരമ്പര്യം കൊണ്ട് പരിശുദ്ധാത്മശക്തിക്ക് പരിധി വയ്ക്കുന്ന ആ പരീക്ഷത്വ മണ്ഡലങ്ങളെ തകർത്തെറിയാൻ ഇന്ന് രാത്രി നിന്നോട് നിനക്ക് യുദ്ധമുണ്ട്. ഒറ്റ രാത്രിയിൽ വ്യാപരിച്ച പരിശുദ്ധാത്മ പകർച്ചയിൽ 102 കുഞ്ഞുങ്ങൾ ഒറ്റയടിക്ക് അഭിഷേകം പ്രാപിച്ചെന്നും ഇരുന്ന കസേരയിൽ നിന്ന് 5 മീറ്റർ അകലേക്ക് തെറിച്ചു വീണെന്നും ഒരുത്തൻ ജീവനോടെ സാക്ഷ്യം പറയുമ്പോൾ എനിക്കുള്ള യുദ്ധം എന്താണെന്നറിയാമോ? അതിനേക്കാൾ ശക്തമായ പകർച്ച വന്നാലും തെറിച്ചു വീണില്ലെങ്കിലും സാരമില്ല, അതിനപ്പുറത്തേക്കൊന്ന് വിശ്വസിക്കാൻ പോലും കഴിയാത്ത ആത്മീക ജീവിതത്തിൻ്റെ പാരമ്പര്യം എൻ്റെ ബുദ്ധിമണ്ഡലത്തെ സ്വാധീനിച്ചിട്ട് ആ തരത്തിലേക്ക് വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുന്ന നമ്മുടെ നിർഭാഗ്യം ഈ രാത്രി തിരിച്ചറിയുമ്പോൾ ആ മണ്ഡലത്തിൽ യുദ്ധമുണ്ടെന്ന് പരിശുദ്ധാത്മാവിലൊന്ന് ഏറ്റെടുക്കാൻ ഈ രാത്രി കഴിയുമെങ്കിൽ അടമാ നഗതനക
ചങ്ങച്ചസിയാര് അവനെ സൗഖ്യമാക്കിയ യേശു ഇന്ന് രാത്രിയിലും തന്റെ തേജസ്സോടെ ഇവിടെ വന്നിട്ടുള്ളത് കൊണ്ട് വീഴാതെ ദൈവത്തിന്റെ മഹിമ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി മഹാസന്തോഷത്തോടെ അവൻ നമ്മെ നിർത്തുമെന്ന് വിശ്വസിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ തിരുവചന പ്രകാശം നിന്നെ ഉയർത്തുന്ന ആത്മമണ്ഡലത്തിലേക്ക് കയറി നിന്നിട്ട് ഇന്ന് രാത്രി ആത്മാവിൽ സംശയത്തിന്റെ വിചാരങ്ങളെ ഇന്ന് രാത്രി യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്ത്. ഒരുപക്ഷെ ദീർഘനേരം വചനം പറഞ്ഞു പ്രാർത്ഥിക്കാൻ ഞാൻ നിർബന്ധിതനായേക്കാം. നിങ്ങളും പഴമകളും പാരമ്പര്യവും അനുഭവ സമ്പത്തും നമ്മളുടെ ഉള്ളിൽ വിതച്ചു വെച്ച പടുതുയർത്തിയ സംശയ വിചാരങ്ങളുടെ കോട്ടകളെ തകർത്തെറിയാൻ ദീർഘനിമിഷങ്ങൾ ഒരുപക്ഷെ തമ്പുരാന്റെ സന്നിധിയിൽ ഇരിക്കേണ്ടി വന്നേക്കാം. അവിടെ നീ ചെയ്യുന്നത് വാസ്തവത്തിൽ ആത്മീക യുദ്ധമാണ്. ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല, ഞാനും നിങ്ങളും അടക്കമുള്ളവർ ചെയ്യുന്നില്ല. പിന്നെയോ നമ്മളെല്ലായ്പ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നമ്മൾ ചോദിച്ചത് നമുക്ക് വേണ്ടിയുള്ള മന്ന ആകാശത്തിൻ്റെ മേഘപാളികൾക്കകത്ത് മറച്ചു വച്ച തമ്പുരാനോട് പിന്നെയും നമ്മൾ യുദ്ധം ചെയ്തു, എന്തേ മന്ന പൊഴിക്കുന്നില്ല എന്ന് ചോദിച്ച്. യാത്രാവഴികളിൽ നീ പോലും കാണാത്ത ചില പാറയുടെ അകത്ത് നിനക്ക് വേണ്ടിയുള്ള ദാഹജലം ഒളിപ്പിച്ചു വച്ച തമ്പുരാനോട് അല്പസമയം നിനക്ക് ജലം കിട്ടാതെ വന്നപ്പോൾ നീ യുദ്ധം ചെയ്തു, എന്തേ വെള്ളം തരുന്നില്ല എന്ന് ചോദിച്ച്. കാടപ്പക്ഷിയെ കൊണ്ടുവരാൻ കാറ്റിനോട് കൽപ്പിച്ചിട്ട് മാറി നിന്ന് നിന്നെ പുറപ്പെടുവിച്ച ദൈവം അല്പനേരം വിശപ്പ് ശമിക്കാൻ അതിന് കാലതാമസം വന്നപ്പോൾ നമ്മൾ തമ്പുരാനോട് യുദ്ധം ചെയ്തു, എന്താ അത് തരാത്തെന്ന്. ഇന്ന് രാത്രി ആത്മീക യുദ്ധം ചെയ്യുന്നെന്ന് അഭിമാനിക്കുന്ന ഞാനും നിങ്ങളും ഇന്ന് രാത്രിയിലും യുദ്ധം ചെയ്യുന്നത് നമ്മളെ തകർക്കാൻ വ്യാപരിക്കുന്ന ശത്രുപക്ഷത്തോടല്ലെന്ന് വ്യക്തമായി ഓർമ്മിച്ചുകൊണ്ട് വേണം ഈ രാത്രി വചനത്തെ ധ്യാനിക്കാൻ. നമ്മുടെ പല യുദ്ധങ്ങളും വിടുവിച്ച തമ്പുരാനോടാകയാൽ ഇന്ന് രാത്രി ആയുധങ്ങളെ തിരിച്ചെടുത്തിട്ട് യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യേണ്ട ശത്രുനിരയ്ക്ക് നേരെ ആത്മാവിൽ പോരാടുന്ന അതിശക്തമായ സൈന്യത്താലല്ല ശക്തിയാലുമല്ല, യഹോവയുടെ ആത്മാവിൽ ഇന്ന് രാത്രി അതിശക്തമായ പ്രാർത്ഥനയുടെ യുദ്ധം ചെയ്യാൻ ഇന്ന് രാത്രി നമ്മെ ഒരുക്കുന്ന ദൈവകൃപ ഈ രാത്രി നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നുണ്ട്. വാഗ്ദത്തമുണ്ടെന്ന് പറഞ്ഞ് ആശ്വസിക്കാൻ നിനക്ക് അനുവാദമില്ല. കാലതാമസം വരുമ്പോൾ പിറുപിറുപ്പിലും സംശയവിചാരത്തിലും കർത്താവിൻ്റെ ശക്തിക്ക് പരിധി വയ്ക്കുന്ന അനുഭവത്തിലും പലപ്പോഴും ഞാനും നിങ്ങളും കുടുങ്ങുന്നെങ്കിൽ എബ്രായ ലേഖനത്തിൽ പരിശുദ്ധാത്മ പറയുന്നു, എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുമെന്ന് ഞാൻ വാഗ്ദത്തം ചെയ്തെങ്കിലും അവർ എല്ലായ്പ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്ന് കണ്ടിട്ട് അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കത്തില്ല എന്ന് ഞാൻ ക്രോധത്തിൽ സത്യം ചെയ്തെങ്കിൽ നിങ്ങളും ഒരു സ്വസ്ഥതയിൽ പ്രവേശിക്കുമെന്ന വാഗ്ദത്തം ലഭിച്ചിരിക്കുന്നവരാകൊണ്ട് അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ ഭയപ്പെടുക. കർത്താവിനോട് പറ, ഇന്ന് രാത്രി ആമേൻ ആ വചനപ്രകാരമുള്ള ഭയം കൊണ്ട് എന്നെ നിറയ്ക്കാൻ പ്രാർത്ഥിക്കേ. നമ്മളൊക്കെ ഭയത്തിൻ്റെ ആത്മാവിനെ അങ്ങ് ശാസിക്കുന്നവരല്ലേ. ആമേൻ, ഇന്ന് രാത്രി ദൈവവചനപ്രകാരമുള്ള ആ ഭയം ഇന്ന് രാത്രി എൻ്റെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ആമേൻ, ആ സ്വസ്ഥതയിൽ പ്രവേശിക്കുമോ, അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ ഭയപ്പെടുവീനെന്ന് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വചനപ്രകാരമുള്ള ഭയം. എത്ര പേർക്ക് സന്തോഷമുണ്ട് ആ ഭയം എൻ്റെ മേൽ വ്യാപരിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ? പ്രാർത്ഥിക്കേ, നാവ് തുറന്ന് പ്രാർത്ഥിക്കുന്ന രാത്രി. ആമേൻ, എൻ്റെ മെസ്സേജ് തീർന്ന അവസാനം അല്ല പ്രാർത്ഥന. ആ വചനം അകത്തു പ്രകാശം അടിപ്പിക്കുന്നെങ്കിൽ ആ വചനത്തിൻ്റെ പ്രകാശത്തിൽ നീ പ്രാർത്ഥിക്കണം. കർത്താവേ, ആ വചനം പറയുന്ന ആ ഭയം എൻ്റെ മേൽ വ്യാപരിക്കട്ടെ. പ്രാർത്ഥിക്കേ, എൻ്റെ തലമുറയുടെ മേൽ വ്യാപരിക്കട്ടെ, അത് എൻ്റെ കുടുംബത്തിൽ വ്യാപരിക്കട്ടെ, അത് ആമേൻ സഭയിൽ വ്യാപരിക്കട്ടെ. പ്രാർത്ഥിക്കേ, ആ ഭയം ഇന്ന് രാത്രി നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ആമേൻ, വാഗ്ദത്തം ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നിങ്ങൾ ഭയപ്പെടുവീൻ.
ദീർഘമായ കാലങ്ങൾ കൊണ്ട് നമ്മൾ സ്ഥിരമായി പ്രാർത്ഥിച്ചു വരുന്ന ചില പ്രാർത്ഥനകൾ പ്രാധാന്യമുള്ളത് ഉപേക്ഷിക്കണമെന്നല്ല, പ്രാധാന്യമില്ലാത്തത് അല്പകാലത്തേക്കൊന്ന് മാറ്റിവെച്ചിട്ട് അതിനേക്കാൾ ഗൗരവമുള്ള ചില കാര്യങ്ങൾ കൂടെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാനുണ്ടെന്ന് വചനം നിങ്ങൾക്ക് തോന്നൽ തരുന്നെങ്കിൽ, ഞാൻ പ്രസംഗിക്കുന്നത് കൊണ്ടല്ല, ആ വചനം നിങ്ങൾക്കൊരു പ്രകാശം തരുന്നെങ്കിൽ അതിനനുസരിച്ച് ഇന്ന് രാത്രിയിൽ ഒരു പ്രാർത്ഥന ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാൻ ഇന്ന് രാത്രി നമുക്ക് സമർപ്പിക്കപ്പെടേണ്ടതുണ്ട്. 2, വാഴ്ച കാത്തുകൊള്ളാതിരുന്ന ദൂതന്മാരെ അന്ധതമസിൻ്റെ ചെങ്ങലയിലിട്ട് ന്യായവിധിയുടെ മഹാദിവസത്തിലേക്ക് സൂക്ഷിച്ചു. 2, 1, വാഗ്ദത്ത ദേശത്തേക്കുള്ള പ്രയാണത്തിൽ ആ യാത്രാവഴികളിൽ സംഭവിച്ച പരാജയമാണ്. നോക്കിക്കേ, നമ്മൾ അടിമത്തം വിട്ട് വാഗ്ദത്തത്തിലേക്കുള്ള യാത്രയുടെ പാതയിലാണ് ഞാനും നിങ്ങളും ആ യാത്രയുടെ വഴിയില്ല, ഇപ്പോ എത്തിയിട്ടില്ല. രണ്ടാമത്തത്, വാഴ്ച കാത്തുകൊള്ളാതിരുന്ന ദൂതന്മാരെ എന്ന് പറഞ്ഞാൽ അതിന്റെ നല്ല ഒരു മലയാളം ഞാൻ വായിച്ചത്, ദൈവം അവർക്ക് കൊടുത്ത ഭരണം നിറവേറ്റാത്ത ദൂതന്മാരെന്ന. കർത്താവ് അവർക്കൊരു പദവി കൊടുത്തു, കർത്താവ് അവർക്കൊരു അധികാരം കൊടുത്തു. എന്നാൽ ദൈവം കൊടുത്ത അധികാരവും അതിൻ്റെ പദവിയും അതിൻ്റെ ഭരണവും നിറവേറ്റുന്നതിൽ അവർ തോറ്റുപോയി. ദൈവം കൊടുത്ത പദവിക്കൊരു മാഹാത്മ്യമുണ്ടായിരുന്നു, ദൈവം കൊടുത്ത പദവിക്കൊരു നിലവാരമുണ്ടായിരുന്നു, ദൈവം കൊടുത്ത പദവിക്കൊരു യോഗ്യതയുണ്ടായിരുന്നു, ദൈവം കൊടുത്ത പദവിക്കൊരു വിശുദ്ധി ഉണ്ടായിരുന്നു. ആ നിലവാരവും വിശുദ്ധിയും യോഗ്യതയും അധികാരവും ഭരണവും എല്ലാം നിറവേറ്റാൻ സൗജന്യമായി പദവി കിട്ടിയവനൊരു നിയോഗമുണ്ട്. പക്ഷേ ഒരുപറ്റം ദൂതന്മാർ ആ പദവി സൂക്ഷിച്ചില്ല, ആ ഭരണം നിറവേറ്റിയില്ല, ബന്ധിക്കപ്പെട്ടു. കണ്ടോ, അധികാര പദവി സൗജന്യമായി കിട്ടിയവൻ പിന്നീട് ബന്ധിക്കപ്പെട്ടു. ഇന്ന് രാത്രി ആ ചിന്ത നമ്മളെ കൊണ്ടുപോയി നിർത്തുന്നത് എവിടെയാ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കൾ ആകാൻ അവൻ അധികാരം നൽകി. ദൂതനായിട്ടല്ല, മകനായി മാറാനുള്ള അധികാരം നൽകി. അപ്പൊ ദൈവത്തിന്റെ മക്കൾക്ക് ദൈവത്തിന്റെ മക്കളെന്ന പദവിയുടെ യോഗ്യതയും നിലവാരവും വിശുദ്ധിയും അധികാരവും ഉണ്ടെന്ന സൂചന. എന്നാൽ ആ പുത്രത്വത്തിന്റെ വിശുദ്ധിയും പുത്രത്വത്തിന്റെ അധികാരവും പുത്രത്വത്തിന്റെ നിലവാരവും പുത്രത്വത്തിന്റെ യോഗ്യതയും നിലനിർത്തി ഭരണം നടത്താൻ നീ പരാജയപ്പെട്ടാൽ നീ ബന്ധിക്കപ്പെടും. പുത്രത്വല്ലേ കരയണ്ട, പുത്രത്വല്ലേ ഉപവസിക്കണ്ട, പുത്രത്വല്ലേ നിലവിളിക്കണ്ട, പിന്നെ അപ്പനല്ലേ അത്, മകനല്ലേ ഞാൻ, അവകാശിയല്ലേ, കൽപ്പിച്ചാ മതി. കരച്ചിൽ വേണോ വേണ്ട, ഉപവാസം വേണോ വേണ്ട, നിലവിളിക്കണോ വേണ്ട, യാചിക്കണോ വേണ്ട. എന്താ കാര്യം? അപ്പനോട് മകൻ യാചിക്കുവോ? ഇല്ല. അതുകൊണ്ട് യാചിക്കണോ വേണ്ട, കരയണോ വേണ്ട, ഇനി കരയേ വേണ്ട, പിന്നെന്ത് വേണം? അധികാരത്തോടെ കാര്യങ്ങൾ ചെയ്താൽ മതി. ശ്രമിച്ചു, പറ്റിയില്ല. ഇപ്പോ അധികാരത്തോടെ കാര്യം ചെയ്യാറുമില്ല, കരയാറുമില്ല, ഉപവസിക്കാറുമില്ല, ഒന്നും ചെയ്യാറില്ല. ബിജി വന്നു പറഞ്ഞു പുത്രത്വമാണ്, കൽപ്പിച്ചാ മതി. ചിക്കു അടുത്ത ദിവസം കയറി പറഞ്ഞു കൽപ്പിച്ചാൽ ഒക്കുകയില്ല, കരഞ്ഞാലേ ഒക്കൂ. 2 ദിവസം മാറി മാറി 2 ദൈവദാസന്മാരുടെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇനി കരയുന്നുമില്ല, കൽപ്പിക്കുന്നുമില്ല.
അപ്പൊ ഇനി കരയണോ കൽപ്പിക്കണോ എന്നറിയാത്ത ഒരു കണ്ടീഷനിൽ നമ്മൾ വന്നു. എന്താ സിസ്റ്ററെ അനങ്ങാഞ്ഞ്? എന്താ അനങ്ങാനാ ബ്രദറെ? കരയണോന്നും അറിയത്തില്ല, കൽപ്പിക്കണോന്നും അറിയത്തില്ല. അതെന്താ? ഇന്നലെ വിജയാഞ്ജലി കരയാൻ പറഞ്ഞു, ഇന്ന് ചിക്കു കരയണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇത് നേരെ ചൊവ്വേ മനസ്സിലാക്കാതെ ഇനി കരഞ്ഞബദ്ധം കാണിക്കണോ കൽപ്പിച്ച അബദ്ധം ആകണോ എന്ന് അറിയാത്തോണ്ട് ഇപ്പൊ ഞങ്ങൾ ഒന്നും ചെയ്യാറില്ല. ഇതല്ലേ നമ്മുടെ അവസ്ഥ? എന്തേ ഒന്നും മിണ്ടാത്ത? എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നീ കരയുകയും ചെയ്യണം, നീ കൽപ്പിക്കുകയും ചെയ്യണം. കാരണം പുത്രത്വത്തിന്റെ അധികാരത്തിൽ നിന്ന് ഞാൻ കൽപ്പിക്കണം. എന്നാൽ പുത്രത്വത്തിന്റെ അധികാരത്തിൽ നിന്ന് ഞാൻ കൽപ്പിക്കണമെങ്കിൽ, പുത്രത്വത്തിന്റെ അധികാരം എന്റെ മേൽ വ്യാപരിക്കണമെങ്കിൽ, പുത്രത്വത്തിന്റെ അകത്ത് ഒരു ദാസ്യത്വത്തിന്റെ അനുസരണം വ്യാപരിക്കണം. ദയവായി കുഞ്ഞുങ്ങളെ ശാന്തരാക്കണേ. ഇന്നലെ രാത്രിയിലും ഒരുപാട് പ്രയാസമായിരുന്നു. ദയവായി ദൈവിക വാഗ്ദത്തങ്ങൾ സംബന്ധിച്ച് അബ്ബാ പിതാവേ എന്ന് ഞാൻ അവിടുത്തെ വിളിക്കുന്നത് കൊണ്ട് ഞാൻ പുത്രനും അധികാരിയുമാണ്. എന്നാൽ പത്രോസ് പറയുന്നു, നിങ്ങൾക്ക് ഞാൻ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. എന്നാൽ ആ സ്വാതന്ത്ര്യം തിന്മയുടെ ആവരണമാക്കാതെ നിങ്ങൾ ദാസന്മാരായിരിപ്പീൻ. അപ്പൊ വാഗ്ദത്തം സംബന്ധിച്ച് ഞാൻ അധികാരമുള്ളവനാകണമെങ്കിൽ എന്റെ അപ്പന്റെ ഇഷ്ടം സംബന്ധിച്ച് ഞാൻ ദാസനാകണം. പാപ ആസക്തികൾ വ്യാപരിക്കുന്ന എൻ്റെ ശരീരത്തിന്റെ അവയവങ്ങളുടെ സ്ഥിതി അനുസരിച്ച് എനിക്ക് പാപം ചെയ്യാനുള്ള ഇഷ്ടമുണ്ട്. പക്ഷേ ഞാൻ അബ്ബാ പിതാവേ എന്ന് അവിടുത്തെ വിളിക്കുന്നത് കൊണ്ട്, പാപം ചെയ്യാൻ എനിക്ക് സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട്, ഞാൻ അബ്ബാ പിതാവെന്ന് അവിടുത്തെ വിളിക്കുന്നത് കൊണ്ട് എനിക്ക് ഒരു കാര്യം അറിയാം. ആമേൻ. അതെനിക്ക് മോഹമുണ്ടെങ്കിലും എൻ്റെ അപ്പന്റെ ഇഷ്ടം അത് അരുതേ എന്നതാകയാൽ എൻ്റെ ഇഷ്ടത്തിനോ എൻ്റെ മോഹത്തിനോ അവിടെ പ്രസക്തിയില്ല. ആമേൻ. അപ്പന്റെ ഇഷ്ടം സംബന്ധിച്ച് ഞാൻ അടിമയെ പോലെ ഏൽപ്പിക്കപ്പെടുന്നവനും അത് കട്ടിളയോട് ചേർത്ത് കാത് തുളയ്ക്കുന്നവനല്ല. എൻ്റെ ശരീരത്തിന്റെ സകല രാഗമോഹങ്ങളെയും എൻ്റെ അപ്പന്റെ ക്രൂശിനോട് ചേർത്ത് തുളച്ചു കളഞ്ഞവനായതുകൊണ്ട് എൻ്റെ ഇഷ്ടമല്ല ഇവിടെ വിഷയം. എൻ്റെ അപ്പന്റെ ഇഷ്ടം സംബന്ധിച്ച് ഞാൻ അടിമയും ഞാൻ ദാസനുമാകയാൽ അകത്തളങ്ങളിൽ എൻ്റെ അപ്പന്റെ സന്നിധിയിൽ രഹസ്യമായി ഞാൻ കരയുന്നവനാണ്, യാചിക്കുന്നവനാണ്. കാരണം അവൻ അപ്പന്റെ ഇഷ്ടത്തിന് വിരോധമായൊന്നും സംഭവിക്കാതിരിക്കേണ്ടതിന്, അപ്പന്റെ ഇഷ്ടത്തിന് മാത്രം അവൻ തുളച്ചു തരുന്ന ഒരുവനായി മാറേണ്ടതിന്, അടിമയ്ക്ക് അടിമയുടേതായ ഇഷ്ടത്തിന് പ്രാധാന്യം ഇല്ലാതാകേണ്ടതിന് അവൻ എന്നെ അകത്തളങ്ങളിൽ ശക്തീകരിക്കണമേ എന്ന് കരഞ്ഞു സമർപ്പിക്കുന്ന ഒരു ദാസ്യത്വം എൻ്റെ രഹസ്യ മണ്ഡലത്തിലുണ്ടെങ്കിൽ, എൻ്റെ പരസ്യ മണ്ഡലത്തിൽ വാഗ്ദത്തം സംബന്ധിച്ച് ഞാൻ കൽപ്പിക്കുന്നവനും അധികാരിയുമായ പുത്രത്വമാണ്. കരയണോ? കരയണം. യാചിക്കണോ? യാചിക്കണം. ഉപവസിക്കണോ? ഉപവസിക്കണം. നെടുവീർപ്പെടണോ? നെടുവീർപ്പെടണം. എവിടെ? എവിടെ? രഹസ്യമണ്ഡലത്തിൽ. എൻ്റെ അപ്പനും ഞാനും മാത്രമായിരിക്കുമ്പോൾ എൻ്റെ അറയിൽ കിടന്ന് കഥ കടച്ച് ഒരുത്തനും കാണാതെ
ഈ ലോകത്തെ ഒരുത്തൻ്റെ അടുത്തും സൗജന്യത്തിനു പോകാതെ, ഒരുത്തൻ്റെ അടുത്തും യാചകവേഷം കെട്ടാതെ, എൻ്റെ അപ്പൻ്റെ സന്നിധിയിൽ ഉടമസ്ഥൻ്റെ മുൻപിൽ ഒരു അടിമയെ പോലെ നിന്റെ ശരീരം തുളച്ചു കൊടുക്കുന്ന ഒരു ദാസ്യത്വത്തിന്റെ കരച്ചിൽ ഇന്ന് രാത്രി നിന്റെ അകത്തളങ്ങളിൽ വ്യാപരിച്ചാൽ, നീ ബാഹ്യ മണ്ഡലത്തിൽ ഇന്ന് രാത്രി മുതൽ യാചകനല്ല, ദാസനല്ല, ദാസിയല്ല, നീ അധികാരിയായ പുത്രത്വമാണ്. ഓ രാമ ശന്തന റിഖലറാദിനി എല്ലാം തകർത്തു കളഞ്ഞ മുടിഞ്ഞ ഒരു കാലഘട്ടം കഴിഞ്ഞ് നീ വരുമ്പോ അപ്പന്റെ കരവലയത്തിനകത്ത് നിനക്കൊരു കരച്ചിലുണ്ട്. എന്നെ ദാസനായി കണ്ടാൽ മതി. എന്നാൽ ബാഹ്യമണ്ഡലത്തിൽ അപ്പൻ കരഞ്ഞ മകനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞു, ഇവൻ അകത്തളങ്ങളിൽ എന്നോട് കരഞ്ഞവനാകയാൽ വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പീൻ. അകത്ത് കരയട്ടെ, പുറത്ത് കൽപ്പിക്കട്ടെ. അകത്ത് കരയട്ടെ, പുറത്ത് കൽപ്പിക്കട്ടെ. അകത്ത് നിലവിളിക്കട്ടെ, പുറത്ത് അധികാരം ഏറ്റെടുക്കട്ടെ. ഇന്ന് രാത്രി ദാസ്യത്വത്തിന്റെ ആത്മാവ് അകത്തളങ്ങളിലും പുത്രത്വത്തിന്റെ അധികാരം നിന്റെ ബാഹ്യ മണ്ഡലങ്ങളിലും ഇന്ന് രാത്രി പകർന്ന് സർവശക്തനായ ദൈവം ഈ രാത്രി നിന്നെ തൊടുകയാണ്. കാലങ്ങൾ പഴക്കമുള്ള ബന്ധനങ്ങൾ ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പൊട്ടിമാറട്ടെ. വിരിച്ചു പിടിച്ച അപ്പന്റെ കരവലയത്തിനകത്ത് കരഞ്ഞു കയറ്. ഇന്ന് രാത്രി ഇതുവരെ തുറക്കാത്ത ചില കലവറകൾ സ്വർഗം വലിച്ചു തുറക്കട്ടെ. വചനത്തിന്റെ അഗ്നിയിൽ ഇന്ന് രാത്രി കത്തട്ടെ. നിനക്ക് മൗനമായിരിക്കാൻ അനുവാദമില്ല. ദൈവേഷ്ടം സംബന്ധിച്ച് നീ ദാസനാണ്, എന്നാൽ വാഗ്ദത്തം സംബന്ധിച്ച് നീ പുത്രനാണ്. ദൈവത്തിന്റെ ഇഷ്ടം സംബന്ധിച്ച് നീ ദാസൻ തന്നെയാണ്. അവിടെ നീ കരച്ചിൽ നടത്തിയേ പറ്റൂ. എന്നാൽ അപ്പന്റെ വാഗ്ദത്തം സംബന്ധിച്ച് ഈ രാത്രി നീ പുത്രനാണ്. പൊട്ടട്ടെ, പൊട്ടട്ടെ, പൊട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ സകല പൈശാചിക ആധിപത്യങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, അഴിഞ്ഞ് പോ. ആ വചനത്തിന്റെ വെളിപ്പാടിൽ ഈ രാത്രി സ്വാതന്ത്ര്യം നടക്കട്ടെ. ആ വചനത്തിന്റെ അഗ്നി, വചനത്തിന്റെ ആത്മാവ്, വചനത്തിന്റെ ജീവൻ, വചനത്തിന്റെ ശക്തി വിടുവിക്കപ്പെടട്ടെ, 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 വിടുവിക്കപ്പെടട്ടെ. Orabalama shatana rikala rabadini. Orikamalaba shatana rikabaladhanaya. Orikama shatana rekemasiyantanaya. Vaishakemalayanthuna rekamasiyala. Lady birikamana hatasiyantanaya. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു തലമുറ പുറത്തു വരട്ടെ. അധികാരമുള്ള തലമുറ പുറത്തു വരട്ടെ. അഭിഷേകമുള്ള തലമുറ പുറത്തു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി തലമുറ പുറത്തു വരിക. നഷ്ടപ്പെട്ട അധികാരം ഈ രാത്രി തിരിച്ചു പിടിക്ക്. എവിടെയോ കൊണ്ട് നഷ്ടപ്പെടുത്തിയ അധികാരങ്ങൾ ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ തന്റെ ജനത്തിന് മേൽ മടങ്ങി വരട്ടെ.
കാഴ്ചക്കാരായി ആരും ഇവിടെ ഇരിപ്പില്ല. എല്ലാവരും തമ്പുരാനോട് സംസാരിക്ക്. ആമേൻ. കാഴ്ചക്കാർ ആരും ഇവിടെ ഇല്ല. Oh, Rikama Setene, oh, Sikabala, oh, Rikama Satana Ratasi, Rekamana Santana, Rekeme Setone Ante, Rekeme Setonoro Comosia, Lekeme Hasia Tanaya, Lekeme Sotonoroco, oh, Rikama Santana Rekemesia, Lady Birikamana Hatasi Antanaya, Adaba Legadana Hasta Janagadaga, Alka Pravasia Tuna Riba Lagadagasiara, Eshuvinda Mamatil, a Wadanatina Jeevan, in the Ratri Katagalai, Adiche, Potigalate. Andalavacha, Vada Karma, Dalagata, Vaida Rada, Vartamanacha, Vadara Chamana, Dilkamanacha, Vadare Jagale, Tibalagacha, Dalagachanaga, Dilkamanacha, Vadara Pravada, Vartamanacha, Vadara Chana, Dilkamanacha, Vadare Jagale. ഇതുവരെ പറയാത്തന്യ ഭാഷ പറഞ്ഞ് ദൈവത്തോട് സംസാരിക്ക്. Janadana, Dhirajana, Dhirajana, Vedajana, Vasajana, Varthanaja, Vaidalaja, Tudam Dalam, Daram, Janam, Vedam, Garmam, Dalam, Janam, Vendan, Jalam, Vedam, Mada, Adagam, Jalagam, Daragam, Jamanam, Madagam, Janagam, Daragam, Jamanam, Pravaram, Managam, Judayam, Thanayam, Rival, Prava, Raja, Rede, Asidura, Judatara, Dharachara, Vedachara, Vathachara, Vadagachara, Algaragastava, Chavaratana, Vadara Chamana, Pravara, Kamana, Turaga, Chanaga, Taraga, Chamana, Pravara, Pravara, Udaya, Taraya, Charaya, Talaya, Chamana, Kamana, Kamana, Chanagan, Juragam, Tanagam. കുഞ്ഞുങ്ങളുടെ അഭിഷേകം വ്യാപരിക്കട്ടെ. യൗവനക്കാരുടെ മേൽ അഭിഷേകം വ്യാപരിക്കട്ടെ. ആമേൻ. ശുശ്രൂഷകന്മാരുടെ മേൽ ഒരു പുതിയ അധികാരം വ്യാപരിക്കട്ടെ. ഒരു പുതിയ അധികാരത്തിലേക്ക് തന്റെ ജനം എഴുന്നേൽക്കുക. Udalara de re de re mane va de re je varthena ja vaidara da valkana ja vastachara thigalaga chabaradana vaida valachavaratana varthachara tharaga chamana pravara pravara charaga turagam adagam dalagam janagam dalagam janagam managam managam daragam janagam dalagam janagam dalagam janagam managam managam duragam julavam dalagam janagam daragam Radavalatana Vede Rengala Gaude Regadiga Randalkara Dangadagasa Rajana Vaida Veda Pravada Vartamanacha Vadarachamana Dilkamanacha Rigala Gaudagaramdala Vaida Varanjana Vartuvarachavaramdala Veda Karmandaram Janam Valkamanam Mastanjanam Divera Rige Rigeda Re Jude Dane Dere Mesimane Dhoro Rokomo Sivare Dane Chudela Radene Dere Dekemo Simane Dhure Dhige Mene Haste Raja Lamana da rege dere chudara da rigada da dhuna vasi mane tere rekho solo ori thanagam jaragam thanagam badaga charaga taraga taraga tiraga chudaga pravara pravara adiga charaga taraga tiraga chudaga karagam dalagam janagam masayam manayam dulayam udi katti thari gata leve soro thene masi male rekhe masi mana thula rika sala roshi mali asikhere roke lasi ghara masa lara sakha lara sere Tula Raba Sheke Noro Mosi Thana Rige Bele എല്ലാ കണ്ണുകളും അടയട്ടെ. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയരട്ടെ. ദൈവത്തിന്റെ ഇഷ്ടം സംബന്ധിച്ച് ഞാൻ ദാസനും ദൈവിക വാഗ്ദത്തങ്ങൾ സംബന്ധിച്ച് ഞാൻ പുത്രനുമാകയാൽ അനുസരണം സംബന്ധിച്ച് ഞാൻ ദാസനാണ്, അടിമയാണ്. അതുകൊണ്ട് തന്നെ പുത്രത്വത്തിൻ്റെ അധികാരം എൻ്റെ മേൽ വ്യാപരിക്കുന്നു. ഞാൻ യുദ്ധം ചെയ്യേണ്ടത് ദൈവേഷ്ടത്തിന് വിരോധമായി എൻ്റെ ജീവിതത്തിൽ പെരുകി വരുന്ന ഇഷ്ടങ്ങളെ തകർത്തെറിയുന്ന അനുസരണത്തിൻ്റെ ആത്മാവിനെ പ്രാപിക്കാൻ
ഒരടിമയെപ്പോലെ ഞാൻ അകത്തളങ്ങളിൽ കരയും. ഒരടിമയെപ്പോലെ അകത്തളങ്ങളിൽ എൻ്റെ യജമാനനായ എൻ്റെ അപ്പൻ്റെ ഇഷ്ടം സംബന്ധിച്ച് ഞാനൊരു ദാസനാകുമ്പോൾ പുത്രത്വത്തിൻ്റെ അധികാരം സംബന്ധിച്ച് ഇരുട്ടിൻ്റെ മണ്ഡലങ്ങളുടെ നടുവിൽ ഞാൻ അധികാരിയായ പുത്രനാണ്. എൻ്റെ കൽപ്പനകൾ ബാഹ്യമണ്ഡലത്തിലും എൻ്റെ കരച്ചിലുകൾ രഹസ്യമണ്ഡലത്തിലും വെളിപ്പെട്ടു വരും. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയരട്ടെ. ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനെ, അങ്ങ് ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനെ, അങ്ങ് ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. പാടിക്കേ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനെ, അങ്ങ് ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനെ, അങ്ങ് ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനെ, അങ്ങ് ഇഷ്ടം എന്നിൽ പൂർണ്ണമാ